السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. فضلا من الله ونعمة والله عليم حكيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم إن الدنيا حلوة خضرة فإن الله مستخلفكم فيها لينظر كيف تعملون. صلى الإله على ابن آمنة الذي جاءت به سمه اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما.
يا أيها الراجون منه شفاعة صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على سيدنا محمد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മഹല്ല് കാരണവന്മാരെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ കൂടുതലായി പഠിക്കാനും അത് ജീവിത മാർഗരേഖയായി അംഗീകരിക്കാനും അവസാനം കുടുംബത്തോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും മഹത്തായ നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഏതാനും ദിവസങ്ങളായി നടന്നുവരുന്ന പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി സംഘാടകർ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം വിശുദ്ധ ഖുർആനിലെ ധാരാളം പെരുമാറ്റച്ചട്ടങ്ങളും അദബുകളും മര്യാദകളും പഠിപ്പിക്കപ്പെടുന്ന സൂറത്തുൽ ഹുജറാത്ത് എന്ന അധ്യായമാണ്. 18 ആയത്തുകളിലായി മദീനയിൽ വെച്ച് അവതരിക്കപ്പെട്ട ഈ അധ്യായത്തിൽ ആദ്യ ഭാഗം വലിയ ഒരു സന്ദേശം നമുക്ക് നൽകുന്ന ഭാഗമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് അവരുടെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം നേരെയാവാതെ നാം എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അത് നിഷ്ഫലമായിരിക്കും. പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ അല്ലാഹു നിശ്ചയിച്ച നിബന്ധന കറകളഞ്ഞ വിശ്വാസമുണ്ടായിരിക്കണം എന്നാണ്. വിശ്വാസം കുറ്റമറ്റതാകാത്തവരുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു കൊടുക്കുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകന്മാരിലും ഒന്നും വിശ്വസിക്കാത്തവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് അല്ലാഹു ദുനിയാവിൽ തന്നെ അവർക്ക് അഭിവൃദ്ധി കൊടുത്ത് അതിന്റെ പ്രതിഫലം ഇവിടെ കൊടുക്കുകയാണ്. പാരത്രിക ലോകത്ത് ഇഹലോകത്ത് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, അത് കറകളഞ്ഞ വിശ്വാസമായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്ന അധ്യായത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പുണ്യകർമ്മങ്ങൾ ചെയ്ത് തഴമ്പ് ബാധിച്ച കുറെ ശരീരങ്ങൾ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് തഴമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവർ നാളെ കടക്കും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരൊക്കെയും ഈ ആയത്തിന് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? അമല് ചെയ്ത് തഴമ്പിച്ചിട്ടും നരകത്തിലേക്ക് പോകാൻ എന്താ കാരണം? അവരെ വിശ്വാസം റെഡിയായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ക്ലിയർ ആവാത്തവന്റെ സൽക്കർമ്മത്തെ രണ്ട് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഒരു കർഷകന്റെ ഉദാഹരണമാണ്. സാധാരണക്കാരുടെ ഭാഷയിലാണ് അല്ലാഹു അത് ഉദാഹരിച്ചത്. കൃഷി ഇറക്കുന്ന ഒരാൾ
തന്റെ കൃഷിക്ക് വളം ചെയ്യാൻ വേണ്ടി ധാരാളം ചാരം, വെണ്ണീര് ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. സമയമാകുമ്പോൾ അത് കൃഷിക്ക് ഇട്ടുകൊടുക്കണമെന്ന ആഗ്രഹത്തോടെ അയാൾ വലിയൊരു കൂനയായി ചാരം കൂട്ടിവെച്ചിരിക്കുമ്പോഴാണ് ചാരം പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് വന്ന് ആ ചാരത്തെ മുഴുവനും പൊക്കിയെടുത്ത് അന്തരീക്ഷത്തിലൂടെ പറപ്പിച്ചു കൊണ്ടുപോകുന്നു. അള്ളാഹു ചോദിക്കുന്നു, ആ കർഷകന് ആ ചാരത്തിൽ നിന്ന് വല്ലതും ഇനി തിരിച്ചു ലഭിക്കുമോ? ഇല്ല. ഇതുപോലെയാണ് വിശ്വാസം ക്ലിയർ ചെയ്യാതെ ഒരുപാട് അമലുകൾ ചെയ്ത് കൂമ്പാരമായി കൂട്ടിവെച്ച് ഇതൊക്കെ പരലോകത്തേക്ക് തനിക്ക് ഫലപ്പെടുമെന്ന് കരുതി കാത്തു നിൽക്കുന്നവൻ ഈ കർഷകന് വെണ്ണീര് ലഭിക്കാത്തതുപോലെ, ചാരം ഉപയോഗിക്കാനാകാത്തതുപോലെ അവന്റെ പുണ്യകർമ്മങ്ങൾ അവന് ഫലപ്പെടുകയില്ല. അത് വല്ലാത്തൊരു ദുരന്തമാണ്. മറ്റൊരു ഉദാഹരണം അല്ലാഹു പറഞ്ഞത് മരുഭൂമിയിലെ മരീചിക പോലെയാണ് വിശ്വാസം ക്ലിയർ ആകാത്തവന്റെ ഇബാദത്തുകൾ. ചുട്ടുകൊള്ളുന്ന വേനൽകാലത്ത് മരുഭൂമിയിലേക്ക് നമ്മൾ നോക്കിയാൽ, ഇനി നമ്മുടെ നാട്ടിൽ തന്നെ വെയിൽ കൊള്ളുന്ന താറിട്ട റോട്ടിലേക്ക് നോക്കിയാൽ നമ്മുടെ കാഴ്ചയിൽ പെടുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഇളകിക്കളിക്കുന്ന കാനൽ എന്നും മരീചിക എന്നൊക്കെ പറയപ്പെടുന്ന ഈ സാധനം വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വെള്ളമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുന്ന ഒരാളെ ദൃഷ്ടിയിൽ ജലാശയമാണെന്നേ തോന്നുകയുള്ളൂ. വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മരീചിക കാണുന്നിടത്തേക്ക് അയാൾ പോയാൽ അത് അതിന്റെയും അപ്പുറത്തായിരിക്കും. അവിടെ ചെന്ന് നോക്കിയാൽ അതിന്റെയും അപ്പുറത്താണ്. അവിടുന്ന് തിരിഞ്ഞു നോക്കിയാൽ നേരത്തെ ഉള്ളയിടത്താണ്. അങ്ങനെ വെള്ളത്തിനു വേണ്ടി അയാൾ തലങ്ങും വിലങ്ങും ഓടുന്നു എന്നല്ലാതെ ഈ വെള്ളം അയാൾക്ക് ലഭിക്കുകയില്ല എന്നതുപോലെ വിശ്വാസം റെഡിയാക്കാത്തവൻ ചെയ്ത അമലുകളൊക്കെ എന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന പ്രതീക്ഷയോടെ നാളെ നെട്ടോട്ടമോടുകയല്ലാതെ അതവന് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ വിശ്വാസം അത് കറകളഞ്ഞതാണോ, കുറ്റം തീർന്നതാണോ എന്ന് മരിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഉറപ്പുവരുത്തിയിരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ ഏതാനും സൂക്തങ്ങളിലൂടെ അല്ലാഹു നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. ഒരാൾ നിസ്കരിക്കുന്നു, ഇതുകൊണ്ട് മാത്രം അയാളുടെ വിശ്വാസം കുറ്റമറ്റതാണെന്ന് പറയാനൊക്കുമോ? ഇല്ല. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഒരു നിസ്കാരക്കാർക്ക് നാശമുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു നരകച്ചെരുവുണ്ട്. എല്ലാ നിസ്കാരക്കാരും സ്വർഗക്കാരല്ല. അതുകൊണ്ട് തന്നെ ഒരാളെ നിസ്കാരം കണ്ടുകൊണ്ട് മാത്രം അയാൾ കറകളഞ്ഞ ഈമാനുള്ളവനാണെന്ന് പറഞ്ഞുകൂടാ. കപട വിശ്വാസികളെ പറ്റി അല്ലാഹു പഠിപ്പിച്ചത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. പുറത്ത് ഈമാൻ ഉണ്ടെന്ന് പ്രകടിപ്പിക്കുകയും ഉള്ളിലേക്ക് അത് കടക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് കപടൻ. ഇവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ അവരും നിസ്കരിക്കാറുണ്ട്. അല്ലാഹു പറഞ്ഞു, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. കപടന്മാർ അവരെ ലക്ഷണം നിസ്കരിക്കാൻ അവർ നിൽക്കുമ്പോൾ മടിയോടുകൂടെ ആയിരിക്കും അവർ നിൽക്കുക. അല്ലാഹു നമ്മളെ ഈമാൻ നന്നാക്കി തരട്ടെ. കാപട്യത്തിന്റെ ലക്ഷണമാണ് നിസ്കാരത്തിന് മടി തോന്നുന്നത്. ഈ രീതിയിൽ നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളെ ഈമാൻ കറകളഞ്ഞതാണ് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല. ഇതുപോലെ നോമ്പെടുക്കുന്നവരുണ്ട്. എല്ലാ നോമ്പെടുക്കുന്നവന്റെയും ഈമാൻ റെഡിയാണെന്ന് പറയാൻ പറ്റും. നോമ്പ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ, അള്ളാഹുവിന്റെ തൃപ്തി എന്നതിന്റെ അപ്പുറത്ത് വേറെ പല താല്പര്യത്തിനു വേണ്ടിയും നോമ്പെടുക്കുന്നവരുണ്ട്. ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ വരെ ഈ നോമ്പിന്റെ ആരോഗ്യവശം ചിന്തിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവരില്ലേ?
അതുകൊണ്ടും നോമ്പെടുത്തു എന്നതും ഒരാളുടെ ഖൽബിലെ ഈമാൻ ക്ലിയർ ആണെന്നതിന്റെ തെളിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, എത്രയെത്ര നോമ്പുകാരാണ് അവരെ നോമ്പ് കൊണ്ട് ദാഹവും വിശപ്പും അവര് സഹിച്ചു എന്നതല്ലാതെ പരലോകത്തേക്ക് യാതൊരു ഫലവും അവർക്കില്ല. ഇതൊക്കെ ഭൗതികമായ നമ്മുടെ അമലുകളാണ്, ബാഹ്യമായി കാണുന്ന പ്രവർത്തനങ്ങളാണ്. ഇതുകൊണ്ട് മാത്രം ഖൽബിലെ ഈമാൻ കറകളഞ്ഞതായെന്ന് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ പറ്റി പോലും മുത്തുനബി പറഞ്ഞു, റുബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅനുഹു. എത്ര ഖുർആൻ പാരായണക്കാരാണ്, പരിശുദ്ധ ഖുർആൻ തന്നെ അവരെ ശപിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന സ്വതക്കയാവട്ടെ, ഹജ്ജാവട്ടെ, മറ്റ് ഏത് കർമ്മങ്ങളാകട്ടെ, ആ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരാളെ ഖൽബിലെ ഈമാൻ കറകളഞ്ഞ ഈമാനാണ് എന്ന് തീർത്തു പറയാൻ കഴിയില്ല. പിന്നെ എന്ത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഒരാളെ വിശ്വാസം അതിപ്പോൾ ക്ലിയർ ആണ് എന്ന് നമ്മൾ തീരുമാനിക്കുക? അതാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ സൂക്തങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. അത് പറയുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ തന്നെ ഈ വിഷയം എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു വ്യക്തിയുടെ ചരിത്രമുണ്ട്. അതാരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ വായിക്കുന്ന ഓതുന്നവർക്കറിയാം, ഇടക്കിടക്ക് കയറി വരും ഇബ്ലീസ്. എന്തിനാണ് ഒരു വട്ടം പറഞ്ഞാൽ പോരെ? വീണ്ടും വീണ്ടും പല അധ്യായങ്ങളിലായി, ഒരധ്യായത്തിൽ തന്നെ ഒന്നിലേറെ തവണകളിലായി ഇബ്ലീസിന്റെ ചരിത്രം ആവർത്തിച്ചത് എന്തിന്റെ പേരിലാണ്? എന്താണ് ഇബ്ലീസിനെ പറ്റി അള്ളാഹു ആവർത്തിച്ചും ആവർത്തിച്ചും പറഞ്ഞത്? അള്ളാഹു പറയുന്നു, വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് അവിശ്വാസികളിൽ അംഗമായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഇബ്ലീസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനാണ് എന്ന് ഇബ്ലീസ് വാദിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഫറോവ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പടച്ചവൻ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇത് പറഞ്ഞിട്ടില്ലെന്നു മാത്രമല്ല, ഒരു കുട്ടി പടച്ചവനാണ് ഞാൻ എന്നുപോലും ഇബ്ലീസ് വാദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കൂടെ വേറെയും ധാരാളം ദൈവങ്ങൾ ഉണ്ടെന്ന് അബൂജഹലും സംഘവും വാദിച്ചെങ്കിൽ ഈ വാദവും ഇബ്ലീസ് ഉന്നയിച്ചിട്ടില്ല. അല്ലാഹു തആല തീരെ ഇല്ല എന്ന നിരീശ്വരവാദികളുടെ വാദവും വാദിച്ചിട്ടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാലാഖമാരെ നിഷേധിച്ചിട്ടില്ല. കാരണം മലക്കുകളുടെ ഗുരുനാഥനായിരുന്നു ഇബ്ലീസ്. ഇബ്ലീസിനത് തള്ളിക്കളയാൻ കഴിയില്ല. സ്വർഗവും നരകവും നേരിട്ട് കണ്ട ആളല്ലേ ഇബ്ലീസ്. ആകാശത്തിലും ഭൂമിയിലും സുജൂദ് ചെയ്യാത്ത സ്ഥലം ഇബ്ലീസിന് ഇല്ല. ഇത്ര വലിയ ആബിദല്ലേ ഇബ്ലീസ്. ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ അള്ളാഹുവോട് എനിക്ക് അന്ത്യദിനം വരെ ആയുസ് തരണമെന്ന് ഇബ്ലീസ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈമാൻ കാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ട ഒന്നിനെയും പ്രത്യേകമെടുത്ത് തള്ളിപ്പറയാഞ്ഞിട്ടും അല്ലാഹു പറയുന്നു, വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? അതിന്റെ കാരണമാണ് ഈമാൻ എന്നതിന്റെ ശരിയായ സാന്നിധ്യം ഒരാളെ ഖൽബിൽ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ അള്ളാഹു വെച്ച ഒരു മാനദണ്ഡമുണ്ട്, ഒരു അടയാളമുണ്ട്. ആ അടയാളമാണ് ഇബ്ലീസിന് നഷ്ടപ്പെട്ടു പോയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വമിനൽ ഈമാനി തഅലീമു മാ അല്ലമല്ലാഹ്. അള്ളാഹു ആദരിച്ചതിനെ മുഴുവനും ആദരിക്കുക. ഇത് ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണ്, അതിന്റെ കാതലായ ഭാഗമാണ്. ഇതാണ് ഇബ്ലീസിന് നഷ്ടപ്പെട്ടു പോയത്. ബാക്കിയെല്ലാം ഉണ്ട്. വലഖദ് കറംനാ ബനീ ആദം. അല്ലാഹു പറഞ്ഞു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടത്തെ സന്താന പരമ്പരകളെയും ഞാൻ ആദരിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് മലക്കുകളുടെ ഗുരുനാഥനായി പ്രവർത്തിക്കുന്ന കാലത്ത് മലക്കുകളോടും ഇബ്ലീസിനോടും അല്ലാഹു ആവശ്യപ്പെട്ടപ്പോൾ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. സർവമാലാകമാരും അതിന് തയ്യാറായി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാത്രം തയ്യാറായില്ല. അത് മുഖേന അവൻ അവിശ്വാസിയായി തീർന്നു. ഇതാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ ഈമാൻ അത് കറകളഞ്ഞ ഈമാനാണോ കുറ്റമറ്റ വിശ്വാസമാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നുണ്ടോ, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നുണ്ടോ, ഇത് പരിശോധിക്കലാണ്. ഇതിനു വേണ്ടിയല്ലേ അല്ലാഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് ബോധ്യമാക്കുന്ന പദ്ധതി അല്ലാഹു വെച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും യാത്ര തിരിച്ച വിശുദ്ധ ഹജ്ജ്, ആ ഹജ്ജ് കർമ്മം തന്നെ ഈ മഹത്തായ സന്ദേശത്തെ നമുക്ക് അരക്കിട്ടുറപ്പിക്കുന്ന പദ്ധതിയാണ്. അല്ലാഹു നമ്മളെ വിളിച്ചു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീലാ. ശാരീരിക സാമ്പത്തിക യാത്രാശേഷിയുള്ളവരെല്ലാം പരിശുദ്ധ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് നിർവഹിക്കണം. ആർക്കു വേണ്ടി? ലില്ലാ, അല്ലാഹുവിന് വേണ്ടി. ചിന്തിക്കണം, നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മെ അല്ലാഹു വിളിച്ചു കൊണ്ടുപോയിട്ട് ഇനി എന്താണ് അവിടുന്ന് നമ്മളോട് ചെയ്യിപ്പിക്കുന്ന കർമ്മങ്ങൾ? പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു ആദരിച്ച മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർമ്മ പരിപാടികളാണ്. ഹജ്ജ് നിയ്യത്ത് ചെയ്ത് പരിശുദ്ധ മക്കയിലേക്ക് ചെല്ലുന്ന ഒരാൾ അവിടെ എത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അവിടെ ഉണ്ട് ഒരു പഴയ ബിൽഡിംഗ്. ഖുർആൻ തന്നെ അതിന്റെ പേര് പറഞ്ഞത് ബൈത്തുൽ അതീഖ്, പഴക്കം ചെന്ന ബിൽഡിംഗ് എന്നാണ്. ആ ഭവനം കാണാൻ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള പള്ളികളുടെ ഒന്നും ഭൗതിക സൗന്ദര്യം അതിനില്ല. എല്ലാം ആത്മീയ സൗന്ദര്യമാണ് അതിനുള്ളത്. ആ ഭവനത്തിന്റെ സമീപത്ത് ചെന്ന് ഭക്തി ആദരവോടുകൂടെ അതിനെ വലയം വെക്കുക. ഇതല്ലേ ഹജ്ജിൽ ചെല്ലുന്നവൻ ആദ്യം ചെയ്യുന്ന കർമ്മം. ഇതൊരു സൃഷ്ടിയാണ്. ഈ ബിൽഡിംഗ് സൃഷ്ടാവല്ല. കഅബാലയം എന്ന് പറയുന്ന ബിൽഡിംഗ് ദൈവമാണെന്നൊരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ദൈവം അതിൽ അവതരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ ചൈതന്യം ആ ബിൽഡിംഗിൽ സാന്നിധ്യമായി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു മറ്റൊന്നിലേക്കും അവതരിക്കുന്നവനല്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. പിന്നെ എന്തിനാ നമ്മൾ ഈ കഅബത്തെ ഇങ്ങനെ ആദരപൂർവം വലയം വെക്കുന്നത്? അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ആ പരിശുദ്ധ കഅബാലയത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അമ്പിയാക്കളിലൂടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഈ പള്ളി ആദ്യം നിർമ്മിക്കുന്നത് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവരെ ശേഷം വന്ന അമ്പിയാക്കളൊക്കെയും ആ കഅബത്തെ പരിപാലിച്ചു. പിന്നീട് അത് തകർന്നു വീണപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും അതിനെ പുനരുദ്ധരിച്ചു. ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് അവിടുത്തെ 35ാമത്തെ വയസ്സിൽ കഅബത്തിന്റെ പുനർനിർമ്മാണം നടക്കുമ്പോൾ അതിനുവേണ്ടി കല്ല് ചുമക്കുകയും തർക്കം വന്നപ്പോൾ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്ത് അതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി. ഇങ്ങനെ അമ്പിയാക്കളുടെ കരസ്പർശമേറ്റ് നിർമ്മിക്കപ്പെട്ട പള്ളി എന്നതാണ് കഅബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പിന്നെ അല്ലാഹു പറയുന്നു, ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ആ
കഅബത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ട്. അതിലൊന്ന് അത്ഭുതകരമായ സംസമാണ്. അത് കഅബാലയത്തിന്റെ മുറ്റത്താണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിന് അടി ഉയരത്തിലാണ്. മറ്റൊരിടത്തും കിണർ കുഴിച്ചാൽ വെള്ളം കാണാത്ത സ്ഥലമാണ്. ആ സ്ഥലത്തതാ കോടിക്കണക്കിന് ആളുകൾ നിരന്തരമായി കുടിച്ചിട്ടും വലിയ വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് നിരന്തരം പമ്പ് ചെയ്തിട്ടും ഒരു തുള്ളി വെള്ളവും കുറയാതെ നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത ജലം, അത് വലിയൊരു ദൃഷ്ടാന്തമാണ്. അതും അമ്പിയാക്കളുടെ പാദം പതിഞ്ഞ സ്ഥലത്ത് നിന്ന് നിർഗളിച്ചു വന്നിട്ടുള്ളതാണ്. മഹാന്മാരുമായി ബന്ധപ്പെട്ട വെള്ളമാണത്. അതോടൊപ്പം മഖാമു ഇബ്രാഹിം, അല്ലാഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബം നിർമ്മിക്കാൻ വേണ്ടി കയറി നിന്നിരുന്ന കല്ല്, ആ കല്ലിന്റെ മേലെ നബിയുടെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. ആ കല്ലും കഅബയിൽ ഉണ്ട് എന്നതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ മഹാന്മാരുടെ തിരുശേഷിപ്പുകളും അവരെ സ്പർശനങ്ങളും അവരുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്നതാണ് ഹജ്ജിന് വേണ്ടി നമ്മളെ ക്ഷണിക്കപ്പെട്ട കഅബാലയത്തിന്റെ സവിശേഷതയെങ്കിൽ അതിനെ ആദരിക്കുക എന്നതാണ് ഹജ്ജിന്റെ ഒരു കർമ്മം. അല്ലാഹു ബഹുമാനിച്ചവരും അവരുമായി ബന്ധപ്പെട്ടതും അതിനെ ബഹുമാനിക്കണം. ഇനിയോ ഈ കഅബാലയത്തെ വലയം വെച്ച് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ സാധിക്കുന്നവർ കഅബാലയത്തിന്റെ മൂലയിൽ സ്ഥാപിച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു കറുത്ത കല്ലുണ്ട്. കഴിയുന്നവർ നെറ്റിവെച്ച് അതിനെ ചുംബിക്കണം. അതിന് സാധിക്കാത്തവർ കൈകൊണ്ട് തൊട്ട് ആ കൈയൊന്ന് ചുംബിക്കണം. അതിന് കഴിയാത്തവർ കയ്യിലുള്ള വല്ലതും അതിലൊന്ന് തട്ടിച്ച് അത് മുത്തണം. ഇതിനും സാധിക്കാത്ത തിരക്കുണ്ടെങ്കിൽ ഒരാളെയും ശല്യപ്പെടുത്താൻ മുതിരാതെ ദൂരെ നിന്ന് ആ കല്ലിന് നേരെ കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കൈതലം ചുംബിച്ചു സായുജ്യമടയണം. ഇത്രയധികം ഒരു കല്ലിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമ്മൾ അവിടെ കാണുന്നു. ഈ കല്ല് ദൈവമാണെന്ന് മുസ്ലിം വിശ്വസിക്കുന്നില്ല, ദൈവത്തിന്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഹജറുൽ അസ്വദിനെ ആര് ചുംബിച്ചോ ആ കല്ലവന് പരലോകത്ത് ശുപാർശകനാണ്. കാരണം അമ്പിയാക്കളുടെ ചുംബനമേറ്റ കല്ലാണത്, ബറക്കത്തുള്ള കല്ലാണ്. മഹാന്മാരും അവരുമായി ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കൾക്കും ബറക്കത്തുണ്ട്, ആദരവുണ്ട്. ആ ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് ഹജ്ജിന് ചെല്ലുന്നവർ. ഇനി നോക്കൂ നിങ്ങൾ, ഈ തവാഫ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇതിനു വേണ്ടി അല്ലാഹു ഒരു പ്രത്യേക സ്ഥലം നമ്മോട് നിർണയിച്ചു തരുന്നു. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. വിശുദ്ധ കഅബാലയത്തിന്റെ കിഴക്കുഭാഗത്ത് ഏകദേശം ഒരു 15 മീറ്റർ അകലത്തിലായി സ്ഥാപിച്ചതാണ് മഖാമു ഇബ്രാഹിം. വെടിയേൽക്കാത്ത ഒരു ചില്ലിന്റെ ഉള്ളിൽ ഒരാളെക്കാൾ ഉയരത്തിലുള്ള ചില്ലിന്റെ അകത്താണ് ഈ കല്ല് സ്ഥാപിച്ചത്. ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ അടയാളം അവിടെ കാണാം. ആ കല്ലിനെ തന്റെയും കഅബയുടെയും ഇടയിൽ ആകത്തക്ക വിധത്തിൽ നിന്നുകൊണ്ടൊരു 2 റക്അത്ത് അവിടെ വെച്ച് നിസ്കരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കല്ലിന്റെ മുമ്പിൽ ചെന്ന് കൈവെട്ടി നിസ്കരിക്കുമ്പോൾ ഈ കല്ലിനെ ആരാധിക്കുകയാണ് നമ്മളെ മനസ്സിൽ തോന്നാറുണ്ടോ? ഇല്ല. നമ്മൾ ഈമാൻ വേറിട്ട് മനസ്സിലാക്കിയവരാണ്. ചില ആളുകൾ മുബ്തദീങ്ങൾ ഇവിടെ പറയാറുണ്ട്, മഹാന്മാരെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് നമ്മളതാ ഫാത്തിഹ ഓതി അല്ലാഹുവോട് ദുആ ചെയ്യാറുണ്ട്. ആ പ്രാർത്ഥന നടത്തുമ്പം അവര് പറയും, ഇത് പ്രതിമകൾ ആരാധിക്കലല്ലേ, ഇതിങ്ങനെ താഴെ നിലത്ത് കിടക്കുന്ന പ്രതിമ എന്ന വ്യത്യാസമല്ലേ ഉള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്കിൽ ഇവർക്ക് എങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ കഴിയും? മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ കൈകെട്ടി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുക ഇത് ഇബ്രാഹിം നബിക്കുള്ള നിസ്കാരമാണെന്നല്ലേ.
എന്താണ് അതിന്റെ പിന്നിലുള്ളത്? മഹാന്മാർ അവരുമായി ബന്ധപ്പെട്ട ആസാറുകൾ ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ദുആ ചെയ്യുന്നതും ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നതും അല്ലാത്ത സ്ഥലത്ത് വെച്ച് നിർവഹിക്കുന്നത് പോലെയല്ല. അതിന് അല്ലാഹു പ്രത്യേക സ്വീകാര്യത തരും. ഈ വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാരെ ആദരിച്ചുകൊണ്ടാണ് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരവും നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ സഫാ മർവ കുന്നിലേക്കും താഴ്വരയിലേക്കും നമ്മൾ പോകും. എന്താണ് 2 കുന്നുകൾ, അതിൻ്റെ ഇടയിൽ ഒരു 400 മീറ്ററോളം ഒരു താഴ്വര. അവിടെ 7 തവണ തലങ്ങും വിലങ്ങും നടക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? അല്ലാഹു പറയുന്നു, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫാ എന്ന കുന്നും മർവ എന്ന മലയും അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളാണ്, ദീനിന്റെ ചിഹ്നങ്ങളാണ് കുന്നും മലയും. എങ്ങനെ അത് ദീനിന്റെ ചിഹ്നങ്ങളായി? ദീൻ പ്രചരിപ്പിക്കാൻ വന്ന മഹാന്മാരെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്. ആ കുന്നും താഴ്വരയും ആദരിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സൃഷ്ടി പൂജയല്ല, അത് മഹാന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫമൻ ഹജ്ജൽ ബൈത അവിയതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ആരെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വന്നാൽ അവിടെ സഅയ് ചെയ്തോളണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ മഹാന്മാർ ചവിട്ടി നടന്ന പ്രദേശം, കുന്ന് താഴ്വര, അവരെ അനുസ്മരിക്കുക, ഇതൊക്കെയാണ് ഹജ്ജിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജിന്റെ പ്രധാന കർമ്മം തന്നെ അറഫയിലെ സംഗമമാണ്. അറഫ എന്നത് ഒരു പ്രദേശമാണ്, കിലോമീറ്റർ നീളമുള്ള വിജനമായ ഒരു പ്രദേശമാണ്. വർഷത്തിലൊരു പ്രത്യേക ദിവസത്തിലെ പ്രത്യേക സമയത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നതാ ജനലക്ഷങ്ങൾ വന്ന് ആ സ്ഥലത്ത് സംഗമിക്കുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നമ്മളെ തറവാടായ സ്വർഗത്തിലാണ് പടക്കപ്പെട്ടത്. ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ ആദം നബി വന്നിറങ്ങുന്നത് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായ സിലോണിലെ ആദം മലയിലാണ്. വല്യമ്മ ഹവ്വ റളിയല്ലാഹു അൻഹ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവരെത്തിപ്പെട്ടത് ജദ്ദയിലാണ്. ജിദ്ദ എന്ന് നമ്മൾ വിളിക്കുന്നു. ജദ്ദ എന്നാണ് അതിന്റെ പേര്. ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മ. വല്യമ്മ ഇറങ്ങിയ നാടാണ്. വല്യമ്മയുടെ ഖബറും ജിദ്ദയിലാണ്. അല്ലാഹു അവരോട് നടക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാം. അങ്ങനെ ആദ്യമായി നമ്മളെ വാപ്പയും ഉമ്മയും ഭൂമിയിൽ സംഗമിച്ച സ്ഥലമാണ് അറഫ മൈതാനം എന്ന് പറയുന്നത്. ആ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളതാ വർഷത്തിൽ ഒരു ദിവസം അവര് സംഗമിച്ച ആ മൈതാനിയിലേക്ക് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരേ വേഷത്തിൽ ഒരേ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടെ അവിടെ സംഗമിക്കുമ്പോൾ മഹാന്മാരെ ആദരിക്കലും അനുസ്മരിക്കലുമല്ലേ ഇതിലൂടെ തെളിയുന്നത്. ഇതാണ് ഹജ്ജിന്റെ പ്രധാന പരിപാടി എന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? തിരുനബി സുല്ലല്ലാഹുഅലൈഹി. ഇനി അതാ മിനയിലുള്ള രാപ്പാർക്കലാകട്ടെ, ജംറാത്തിലെ കല്ലേറുകളാകട്ടെ, ഇതെല്ലാം മഹാന്മാരെ അനുസ്മരിക്കുകയും ആദരിക്കുകയുമാണ്. ഇത് മുഴുവനും വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതെന്തിനാണ്? വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യണം എന്നും പറഞ്ഞ് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി അല്ലാഹു ആദരിച്ച മഹാന്മാരെയും അവരുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ്, കല്ല്, മല, താഴ്വര, മൈതാനം, ഇവയൊക്കെ ആദരിക്കാനും അനുസ്മരിക്കാനും എന്തിനാ നിങ്ങളോട് കൽപ്പിച്ചത്? അത് മറ്റൊന്നുമല്ല, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്,
അതവന്റെ ഹൃദയത്തിലെ തഖ്വയും ഭക്തിയും ഉള്ളതിന്റെ അടയാളമാണ്. അപ്പോൾ ഒരാളെ ഖൽബിലെ ഈമാൻ കറകളഞ്ഞതാണോ ശരിയായ തഖ്വയുള്ളതാണോ എന്ന് അളന്നു നോക്കാനുള്ള മാനദണ്ഡം അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നുണ്ടോ, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ഇതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹിയിലേക്ക് ഇല്ലാതെ പോയത്. ബാക്കിയൊക്കെ ഉണ്ട്. അള്ളാഹിന്റെ കാര്യത്തിൽ തർക്കമില്ല. സ്വർഗത്തിലും നരകത്തിലും മലക്കുകളിലും നബിമാരിലും ഒന്നും അയാള് എതിര് പറഞ്ഞിട്ടില്ല. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ തയ്യാറാകാതെ പോയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരു ഉസൂല് നമ്മളൊക്കെ ഉറപ്പിച്ചു വെക്കണം. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നത് ഈമാനിന്റെ അകക്കാമ്പാണ്. ഈ സ്വഭാവം ഏത് കക്ഷികളിലാണ് ഉള്ളത് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് അറുത്തു മുറിച്ചു തീർത്തു പറയാം, ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കുത്തകയാണ്. പുറത്തുള്ള ഏത് ബിദ്അത്തുകാരെ നിങ്ങൾ എടുത്തു നോക്കൂ, അവരെ വിശ്വാസ കാര്യങ്ങളാകട്ടെ കർമ്മ വിഷയങ്ങളാവട്ടെ, അത് മുഴുവനും അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുക എന്ന ഇബ്ലീസിന്റെ സിദ്ധാന്തത്തിൽ അടിത്തറവാകിയതാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ വഴുതി പോകരുത് എന്നാണ് സൂറത്തുൽ ഹുജുറാത്തിന്റെ ആദ്യത്തെ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ സ്നേഹത്തോടെ അള്ളാഹു വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികൾ ഏറ്റവും അധികം ആദരിക്കേണ്ടത് രണ്ട് സംഗതികളെയാണ്. ഏറ്റവും അധികം ആദരിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ആ അല്ലാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക, അവരോട് അദബും ഗുരുത്വവും കാണിക്കുക എന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി ആദ്യം തന്നെ അള്ളാഹു എടുത്തു കാണിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിലേക്ക് നിങ്ങൾ ആരും മുൻകടക്കരുത്. ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മുൻകടക്കരുത്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവും അവന്റെ റസൂലും തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിഷയത്തിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് നിങ്ങൾ ഇടപെട്ട് സംസാരിക്കരുത്, നല്ല മര്യാദ പാലിക്കണം. അള്ളാഹു വിഷയം പറയേണ്ടടുത്ത് നിങ്ങൾ ഇടപെടരുത്, അവന്റെ ഹബീബ് വിഷയം പറയേണ്ടടുത്ത് നിങ്ങൾ ഇടപെടരുത്. ഈ ആയത്തിന്റെ ബാഹ്യമായ ഒരർത്ഥം അതാണ്. ഇതിന്റെ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ പണ്ഡിതന്മാര് പറയുന്നു, അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടും അപമര്യാദയായി യാതൊന്നും നിങ്ങളിൽ നിന്നും സംഭവിച്ചു പോകരുത്. ഈ ആയത്തിന്റെ പ്രധാന താല്പര്യം ഇതാണ്. അവരോട് അപമര്യാദയായ ഒന്നും സംഭവിച്ചു പോകരുത്. നമ്മൾ ഏറ്റവും അധികം മര്യാദ പാലിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. കാരണം നമുക്ക് ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവോടാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹു പറയുന്നു, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? അവർക്ക് ഏറ്റവും സ്നേഹം അള്ളാഹുവോടായിരിക്കും. കാരണം ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവാണ് നമുക്ക് ജീവൻ തന്നത്. ആ അള്ളാഹുവാണ് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ സംവിധാനിച്ചത്. ആ അള്ളാഹുവാണ് മഴയിലൂടെ നമുക്ക് വെള്ളം തരുന്നത്. അള്ളാഹു വെള്ളം തന്നില്ലെങ്കിൽ വെള്ളം തരാൻ ഇവിടെ വേറെ ആരുമില്ല. അള്ളാഹു വായു തന്നില്ലെങ്കിൽ വായു തരാൻ ഇവിടെ മറ്റാരുമില്ല. നമുക്ക് ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്. നമുക്കിവിടെ താമസിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയവൻ അള്ളാഹുവാണ്. നമ്മുടെ പുരോഗതിക്ക് ആവശ്യമായ സർവ്വ അസംസ്കൃത വസ്തുക്കളെയും ഈ ഭൂമിയിൽ നിക്ഷേപിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ
ആശ്രിത വത്സലനായ അല്ലാഹുവിനോട്, അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന സൃഷ്ടിജാലങ്ങൾക്ക് അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ സ്നേഹിക്കപ്പെടുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല ആദരവും ബഹുമാനവും നമ്മളെ കൽബിൽ വേണം. ആ അല്ലാഹുവിന്റെ നാമങ്ങളെ നമ്മൾ ആദരിക്കണം. ആ അല്ലാഹുവിന്റെ കലാമിനെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ജാഗ്രത വേണം, കാതുകൾക്ക് ശ്രദ്ധ കൂടണം. മറ്റെല്ലാ അശ്രദ്ധകളിൽ നിന്നും നമ്മൾ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകണം. ഇങ്ങനെ പടച്ചവനോടുള്ള അദബാണ് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അല്ലാഹുവിനെ നമ്മൾ ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം. എത്രത്തോളമാണ് അല്ലാഹു പറഞ്ഞത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. നമ്മൾക്ക് മനപ്പാഠമാക്കിയ ഒരു സൂക്തത്തിന്റെ ഭാഗമാണ് സബ്ബിഹിസ്മ റബ്ബിക. താങ്കളുടെ രക്ഷിതാവിന്റെ നാമത്തെ നിങ്ങൾ പുകഴ്ത്തുക. നോക്കണം, നിങ്ങൾ അല്ലാഹനെ പുകഴ്ത്തുക, അതിന്റെ സത്തയെ പുകഴ്ത്തുക എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവിന്റെ നാമത്തെ തന്നെ നിങ്ങൾ പുകഴ്ത്തണം. അല്ലാഹന്റെ പേരുകളെ തന്നെ പുകഴ്ത്തണം. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും അത് പവിത്രമാണ്, ബറക്കത്തിന്റെ നിറകുടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് 99 നാമങ്ങളുണ്ട്. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആ നാമങ്ങളെ ആരെങ്കിലും യഥാവിധി ഉൾക്കൊണ്ടാൽ അവൻ സ്വർഗത്തിൽ കടന്നതു തന്നെ. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങളെ വേണ്ട പോലെ അറിഞ്ഞ് നമ്മൾ ഉൾക്കൊണ്ടാൽ അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു വഴി അള്ളാഹുവിന്റെ നാമങ്ങളെ അറിഞ്ഞാൽ അള്ളാഹിനെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ഓരോ പേരുകളെ വരെ നമ്മൾ അത്യധികം ആദരിക്കണം, ബഹുമാനിക്കണം. അതിനെ അനാദരിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത്. അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിയ പലതും നമ്മൾ വീട്ടിൽ തൂക്കിയിടാറുണ്ട്. അങ്ങനെ തൂക്കിയിടുമ്പോൾ ഒരിക്കലും നമ്മുടെ കാലിന്റെ നേരെ ആകുന്ന വിധത്തിൽ നമ്മൾ അതിനെ തൂക്കിയിടാൻ പാടില്ല. അതിനെ ബഹുമാനത്തോടെ ഉയരത്തിലായിരിക്കണം അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ പതിച്ചു വെക്കുന്നത്. നമ്മുടെ വാഹനത്തിലൊക്കെ ചിലപ്പോൾ മാഷാ അല്ലാഹ് എന്നുപോലുള്ളതൊക്കെ നമ്മൾ എഴുതി വെക്കും. അത് കാക്ക തൂറുന്ന സ്ഥലത്താണ് എഴുതി വെക്കുന്നതെങ്കിൽ അത് ഗുണമല്ല. അത് അള്ളാഹുവിനെ നമ്മൾ അനാദരിക്കുന്നതിന്റെ ഭാഗമായി പോകും. അള്ളാഹുവിന്റെ പേരുകൾ ഒരിക്കലും മോശപ്പെട്ട സ്ഥലത്ത് വെച്ച് പറഞ്ഞു പോകരുത്. ഒരാള് മൂത്രപ്പുരയിൽ ഇരുന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. പക്ഷെ അവിടെ വെച്ച് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമങ്ങളുടെ ബഹുമാനത്തിന്റെ ഭാഗമാണത്. ഇതുപോലെ പടച്ചതമ്പുരാന്റെ നാമം എഴുതിയത് അത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മൂത്രപ്പുരയിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ പ്രതിയോ അള്ളാഹുവിന്റെയോ ആദരിക്കപ്പെടേണ്ട മഹാന്മാരുടെയോ പേരുകളോ എഴുതിയ കടലാസോ ഇതൊന്നുമായി നമ്മൾ കടക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇതുപോലെ പടച്ച റബ്ബിന്റെ നാമം എഴുതിയ വിശുദ്ധ വചനങ്ങൾ എഴുതിയ മൊബൈലുകൾ ഉണ്ടാവും. അത് നെക്കി നോക്കി ആദ്യം തന്നെ കാണില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതുമായി മൂത്രപ്പുരയിൽ കയറാൻ പാടില്ല. അതിന്റെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതെന്തായാലും മാറ്റിവെക്കണം. അത് അള്ളാഹുവിന്റെ പേരിനെ അവഹേളിക്കലാണ്. ഇതുപോലെ ചിലരുടെയൊക്കെ മൊബൈലുകളിൽ റിംഗ് ടൂണായി ആയത്തുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് മദ്ഹ് ഗാനങ്ങൾ ഉണ്ടാകും. ഇത് റിംഗ് ടൂണാക്കി വെക്കുമ്പോൾ മൂത്രപ്പുരയിൽ കയറിയാൽ അവിടെ നിന്ന് ഇത് ഒരു പക്ഷേ ആരെങ്കിലും കോൾ ചെയ്തേക്കാം. അയാൾ അറിയില്ലല്ലോ നമ്മൾ എവിടെയാണുള്ളതെന്ന്. അപ്പൊ മൂത്രപ്പുരയെന്നാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് നമ്മളെ മൊബൈൽ സംസാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ റിംഗ് ടൂണാക്കി വെക്കുന്നത് ഉപേക്ഷിക്കേണ്ടതാണ്.
ഇനി അവിടുന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ വേഗം നെക്കി ഫോൺ എടുക്കും. അപ്പൊ ഈ കേൾക്കുന്ന ആയത്ത് എവിടെയാണ് കട്ടായി പോകുന്നത്? അതിന്റെ സ്ഥാനത്തായിരിക്കുകയില്ല, അത് ഇടയിലോ നടുവിലോ ഒക്കെ മുറിഞ്ഞു പോകാൻ. അത് പരിശുദ്ധ ഖുർആനെ, അള്ളാഹുവിന്റെ കലാമിനെ അവഹേളിക്കലാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ഒന്നിനെയും നമ്മൾ അനാദരിക്കരുത്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളെ നമ്മൾ അവഹേളിക്കുന്ന പ്രവർത്തനം ഉണ്ടാകരുത്. സത്യവിശ്വാസിയുടെ ഈമാനിന്റെ അടയാളമാണത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രത്യേകമായി പറയുന്നു. അതുപോലെ തന്നെ ഈ ആദരവിന്റെ ഭാഗം അള്ളാഹുവിനോടുള്ള അദബിന്റെ ഭാഗമാണ്. നിസ്കാരത്തിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ മഹാന്മാര് പറഞ്ഞു, വലിയ വഖാറും തഅലീമും മഹാബത്തും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭയവും ഗാംഭീര്യവും, പടച്ചവന്റെ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന മനോഭാവവും അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രകടനങ്ങളുമായിരിക്കണം നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്നത്. നമ്മൾ ഒരു കോടതിയിലേക്ക് നമ്മൾ വിളിച്ചു, ജഡ്ജിയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. എന്നാ നമ്മൾ എങ്ങനെ പോവാ? ജഡ്ജിയുടെ മുമ്പിലേക്കാണ് പോകുന്നതെന്നുള്ള കോലത്തിൽ പോകണം. അല്ലാതെ നമ്മളൊരു മീൻ വാങ്ങാൻ പോണ കോലത്തിൽ അങ്ങോട്ട് ജഡ്ജിന് മുമ്പിലേക്ക് എന്നാൽ വിധി വേറെ കോലത്തിലാ വരിക. ഇതുപോലെ റബ്ബിന്റെ മുമ്പിലേക്ക് നിസ്കാരത്തിന് നടന്നു പോകുമ്പോൾ വളരെ വഖാറുണ്ടാവണം, ബഹുമാനമുണ്ടാകണം. അത് റക്അത്ത് അവിടെ കിട്ടിയല്ലോ, ഇതിനു വേണ്ടിയുള്ള ഓടരുത്. സലാം വീട്ടിൽ പോകുമെങ്കിലും ഓടരുത്. വേറെ ജമാഅത്തുണ്ടോ നോക്കണം. കാരണം എന്താ? നിസ്കാരം എന്നത് അള്ളാഹുമായുള്ള അഭിമുഖമാണ്. അള്ളാഹുമായുള്ള അഭിമുഖം എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ തൊട്ട് മുമ്പിലുണ്ട്. നിസ്കാരത്തിലെ നമ്മളെ മനോഭാവം അതാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ താഴോട്ടേ നോക്കാൻ പാടുള്ളൂ. അള്ളാഹു നേരെ മുമ്പിലുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് കൊണ്ട് നമ്മൾ മേലോട്ട് നോക്കരുത്, എങ്ങോട്ടും തിരിയരുത്. സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രം. ഇത് അള്ളാഹിനെ ബഹുമാനിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ പടച്ചവനുള്ളിടത്തേക്ക് നമ്മൾ ഓടിയെടുക്കുക എന്നത് അപമര്യാദയാണ്. ഉസ്താദ് വിളിച്ചു വരാം, അവിടേക്ക് അങ്ങനെ മാണ്ടി ചെന്നിട്ട് ബ്രേക്ക് ഇടല അല്ലല്ലോ, മെല്ലെ ചെന്നിട്ടല്ലേ നമ്മൾ ഉസ്താദിന്റെ അടുത്തേക്ക് പോവാ. അതിനേക്കാളൊക്കെയും ആദരിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ജമാഅത്തിൽ കൂടാൻ വേണ്ടി ഓടാൻ പാടില്ല. അത് അള്ളാഹുവോട് അദബ് കേട് കാണിക്കലാണ്. ഓടേൺ നിർബന്ധമായ ഒരു ഘട്ടമുണ്ട്, അത് ജുമുഅക്ക് മാത്രമാണ്. കാരണം ജുമുഅക്ക് ജമാഅത്ത് നിർബന്ധമാണ്. ളുഹുറിനതില്ലല്ലോ, ജമാഅത്ത് ഇട്ടില്ലേ പോയിന്നല്ലേ ഉള്ളൂ, നമ്മൾ അത് കൊണ്ട് പോകണ്ട. എന്നാൽ ജുമുഅ അങ്ങനല്ല. അത് നമുക്ക് സ്വഹിയായി കിട്ടണമെങ്കിൽ ജമാഅത്തിൽ കൂടണം. അതിന് നമ്മൾ പരമാവധി ധൃതി കൂട്ടണം. ഒളുണ്ടാക്കി സുന്നത്തുമൊക്കെ എടുത്ത് ഒളുണ്ടാക്കിയ ഇമാം സലാം വീട്ടിപ്പോവും. എന്നാലവിടെ സുന്നത്തെടുക്കാൻ നിൽക്കരുത്. ഫർള് മുഖം കൈകൾ കൊണ്ട് തുടങ്ങാം. മുൻകൈയെ കണ്ട വായിൽ വെള്ളം തൊപ്പിക്കുകയും ചെയ്യാൻ നിൽക്കണം. വേഗം എന്ത് ചെയ്യണം? കൈ നിറയെ വെള്ളം കോരിയിട്ട് നെയ്യത്തും വെച്ച് മേലെ കൊണ്ടോ ഇങ്ങോട്ട് ഒഴിക്കാം. ഓരൊഴുക്കൽ തന്നെ മുഖത്ത് എല്ലാ സ്ഥലത്തും എത്തിയാൽ അത്രയും സമയം ലാഭ. ഒന്നേ ഫർളുള്ളൂ. അത് കഴിഞ്ഞ് ഒരു വട്ടം കൈ ശ്രദ്ധിച്ച് കഴിയരുത്. വേഗം കഴിയാൻ മൂന്നെട്ടം കഴിയാതെ നനയില്ല. ശ്രദ്ധിച്ച് കഴിയാ ഒറ്റ വട്ടം കഴിയാ കയ്യും കൊണ്ട് മറ്റേ കയ്യും തലടവ ഒരു പ്രാവശ്യം, കാലും ഓരോ വട്ടം. വേഗം ചെന്നാ നമുക്ക് ജമാഅത്ത്. അതിനു വേണ്ടി ഓടേണ്ടി വന്നാൽ ഓടണം. കാരണം ജുമാക്ക് ജമാഅത്ത് പോരാ, ജമാഅത്തിൽ തന്നെ എന്തു വേണം? ഒരു റക്അത്ത് കിട്ടണം. അഥവാ രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂഇൽ ഇമാമിന്റെ കൂടെ അടങ്ങി താമസിക്കാൻ സാധിച്ചാലാണ് നമുക്ക് ശരിയായ രീതിയിൽ ജുമാ കിട്ടുക. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എന്തു വേണം? നമ്മളിപ്പോ സാധാരണ ചെയ്യല് വേഗം ഇമാമിന്റെ കൂടെ കൂടും ജുമാന്റെ നിയ്യത്ത് വെച്ച്. എന്നിട്ടോ ഇമാമ് സലാം വിട്ടതിന് ശേഷം 2 റക്അത്ത് നമ്മൾ നിസ്കരിച്ച് സലാം വിട്ടു. ഇതല്ലേ എല്ലാരും ചെയ്യല്? അത് പോരാ. ഒരു റക്അത്ത് ജുമുഅക്ക് ഇമാമിന്റെ കൂടെ കിട്ടുന്നില്ലെങ്കിൽ ജുമുഅയുടെ നിയ്യത്ത് വെച്ച് അയാൾ നിസ്കാരത്തിൽ പങ്കുചേരണം. അവസാനത്തെ അത്തഹിയ്യാത്തിലാണ് ഇമാം ഉള്ളതെങ്കിലും നിയ്യത്ത് ജുമുഅന്റെ തന്നെയാണ് വെക്കേണ്ടത്. എന്നാൽ ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ളുഹുറായിട്ടാണ് പൂർത്തിയാക്കേണ്ടത്. 4 റക്അത്ത് നിസ്കരിച്ചോളണം.
എന്നാൽ ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയ ഒരാൾ, അയാൾ ഇനി എന്തു മതി, ഒരു റക്അത്തും കൂടെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അയാൾ ഉറക്കെ ഓതൽ സുന്നത്തുണ്ട്. കാരണം അത് ജുമഅയാണ്. അങ്ങനെ ഉറക്കെ ഓതുകയാണെങ്കിൽ പിന്നെ വൈകി ഏതെങ്കിലും ഒരാൾ പള്ളിയിൽ വന്നുവിടെ നിസ്കാരം കഴിഞ്ഞു പോയി എന്ന് തോന്നുമ്പോൾ ഈ ഉറക്ക ഓതുന്നവനെ കണ്ടാൽ അയാൾ ജുമഅയുടെ ഭാഗം നിസ്കരിക്കുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ ജുമഅയുടെ നിയ്യത്തോടുകൂടെ തുടർന്നാൽ അയാൾക്കും അയാളുടെ കൂടെ ഒരു റക്അത്ത് പൂർത്തിയായി കിട്ടുന്നുണ്ടെങ്കിൽ ജുമഅ കിട്ടും. ഇനി ആ ആളെ തുടർന്ന് വേറെ ആൾ നിസ്കരിച്ചു, അയാൾക്കും ഒരു റക്അത്ത് ഇയാളെ കൂടെ പൂർണ്ണമായി കിട്ടിയാൽ ജുമഅ കിട്ടും. അത് ഏകദേശം അസറിനോടടുക്കുന്നത് വരെ അങ്ങനെ ലഭിക്കും. അപ്പൊ എന്ന് കരുതി ജുമഅ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇമാം അത്തഹിയാത്തിലെത്തിയാൽ ഒരു റക്അത്ത് കിട്ടിയ ആരെങ്കിലും എഴുന്നേറ്റിരിക്കുമ്പോൾ അയാൾ കൂടെ കൂടി ഒരു റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് ജുമഅ കിട്ടുമല്ലോ എന്ന് വെച്ച് കാത്തിക്കണം. അത് വേണ്ട. അത് നമ്മൾ ജുമഅന്റെ നിയ്യത്ത് വെച്ച് ഇമാമിന്റെ കൂടെ തന്നെ കൂടി ളുഹറായിട്ട് പൂർത്തിയാക്കിയാൽ മതി. അതും കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യം. അപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അദബ് കാണിക്കുന്നതിന്റെ ഭാഗമാണ്. ഇതുപോലെ നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ മഹാന്മാര് പറഞ്ഞു, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് എപ്പോഴാ? അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ നല്ല ഇടും അല്ലേ? പൊരേ നിസ്കരിക്കുമ്പോഴോ അതൊരു ഒയന്ന കള്ളിത്തുണി തലയിൽ എന്തെങ്കിലും ഇട്ടെങ്കിൽ ഇട്ട് കന്നൂട്ടാൻ പോണോന്റെ മാതിരി. ഇത് അദബുകേടാണ്. പടച്ചവനോടാണ് അദബ് കാണിക്കേണ്ടത് ഏറ്റവും അധികം. അതുകൊണ്ട് അഹ്സന സിയാബിഹി, പണ്ഡിതന്മാര് പറഞ്ഞു, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, തലമറക്കണം, കുപ്പായം ധരിക്കണം. അങ്ങനെ പൂർണ്ണമായ തോതിൽ വസ്ത്രം ധരിച്ചാവണം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്നത്. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹിനെ ആദരിക്കുന്നവന്റെ അടയാളം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലെ പടച്ച റബ്ബിനെ ആരാധിക്കുന്നത് നമ്മുടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ആയിരിക്കണം. നിസ്കാരത്തിന്റെ സമയത്ത് പ്രത്യേകമായി പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും നമ്മളെ കൽബിൽ വരണം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സാന്നിധ്യമില്ലാത്ത നമ്മളെ നിസ്കാരം അതൊരിക്കലും പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് മര്യാദകേടാണെന്ന് പറയേണ്ടതില്ല. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ബിൽ ഉഖൂബതി. മനസ്സ് കൂടെയില്ലാത്ത നിസ്കാരം കൊണ്ട് ഒരു മനുഷ്യനതാ കുറ്റവും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹൃദയ സാന്നിധ്യം നിസ്കാരത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ഒന്നാമതായി പൂർണ്ണമായ ഒളു എടുക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിനുള്ള ഒളു ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് അദബുകൾ പാലിച്ച് പരമാവധി ഖിബലക്ക് തിരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ സുന്നത്തുകൾ എടുത്ത് ഒളുവിന് ശേഷമുള്ള പ്രാർത്ഥന നടത്തി പൂർണ്ണ തോതിലുള്ള ഒളു എടുത്താണോ നിസ്കരിക്കുന്നത്, ആ നിസ്കാരത്തിന് ഇഖ്ലാസ് ഉണ്ടാകും, പിശാചിന്റെ ശർറ് കുറയും. കാരണം സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅ്മൂമീങ്ങളുടെ ഒളു അപൂർണമായാൽ വരെ അത് ഇമാമിന്റെ നിസ്കാരത്തെ പോലും ബാധിക്കുന്നു. മഅ്മൂമീങ്ങളുടെ ഒളു ശരിയാവാഞ്ഞാൽ ഇമാമിന് മറവി വരെ വരാം. കാരണം പിശാചുക്കളുടെ വിളയാട്ടം ഈ അപൂർണമായ ഒളു ആണെങ്കിൽ അവിടെ ഉണ്ടാകും. അപ്പം മനസ്സാന്നിധ്യം വരാൻ പൂർണ്ണവും. രണ്ടാമത്, ആണുങ്ങളാണെങ്കിൽ ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുക, പെണ്ണുങ്ങളാണെങ്കിൽ ഇഖാമത്ത് മാത്രം കൊടുത്ത് നിസ്കരിക്കുക. എന്നാൽ പിശാചിന്റെ ശർറ് നിസ്കാരത്തിൽ കുറഞ്ഞു കിട്ടും. മൂന്നാമതായി, നിസ്കരിക്കുമ്പോൾ ഇതാ എന്റെ മുമ്പിൽ എന്റെ റബ്ബുണ്ട്, ഞാൻ അവനെ കാണുന്നുണ്ട് എന്ന മനോഭാവത്തോടെ നിസ്കരിക്കുക. മുത്തുനബി പറഞ്ഞു, അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിസ്കരിക്കുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ നിന്റെ റബ്ബിനെ നീ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. നമ്മളതാ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ മടമ്പൊക്കെ നേരെ ആയിരിക്കും, വിരലൊക്കെ നല്ലോണം സുജൂദിൽ അമർത്തും അല്ലെ, റുക്കുവൊക്കെ വളരെ ക്ലിയറാണ്. ഇനി വേണ്ടി എന്നാ ഫർളിന്റെ ശണ്ടൊക്കെ സുന്നത്തൊക്കെ ആണ് കേച്ചു ഉസ്താദുണ്ട്. ഉസ്താദ് ഇല്ലെങ്കിലോ ആ പോയിന്റ് മാത്രം എടുത്തിട്ട്, ഫർള് മാത്രം എടുത്തിട്ട് ഒരൊറ്റ മുങ്ങലല്ലേ.
അപ്പൊ ഇത് ഉസ്താദ് കാണുമ്പോൾ ഈ യാതൊരു ജാഗ്രത നമുക്കുണ്ടെങ്കിൽ ഉസ്താദ് കാണുന്നോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ആര് കാണുന്നുണ്ട്? അല്ലാഹ് കാണുന്നുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കൽബും ശരീരവും എല്ലാം ഒരുപോലെ അറിയുന്നവനാണല്ലോ. ഈ ഭാവം നിസ്കാര സമയത്ത് നമുക്ക് വേണം, ഇബാദത്തിന്റെ സമയത്ത് വേണം. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. നാലാമതായി അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സ്വല്ലൈത ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ ലോകത്തോട് വിട ചോദിക്കാൻ പോകുന്ന, യാത്ര പറയാൻ പോകുന്ന മനുഷ്യന്റെ മനസ്സോടെ നിസ്കരിക്കുക. ഇന്ന് ഇശാ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതുക, ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ഇശ ആയിരിക്കും ഇത്. സുബഹി നിസ്കരിക്കുമ്പോൾ ഓർക്കുക, ഇനിയൊരു സുബഹി നിസ്കരിക്കാൻ എനിക്ക് കഴിയുമെന്നൊരു ഉറപ്പും ഇല്ല. ഏത് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴും ഇതായിരിക്കും എന്റെ ജീവിതത്തിലെ അവസാന നിസ്കാരം എന്നൊരു ചിന്ത വന്നാൽ ആ നിസ്കാരത്തിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകും. കാരണം മരണത്തിന്റെ അവസ്ഥ അതാണല്ലോ. ومن نزلت بساحته المنايا ولا أرض تقيه ولا سماء. മരണമാകുന്ന ഭീകരൻ നമ്മെ തേടി വന്നാൽ ഒരാൾക്കും അവന്റെ വായിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു ഭൂമിക്കും ആകാശത്തിനും അതിലുള്ളവർക്കും സാധ്യമല്ല. ഈ മരണം എപ്പം വരുമെന്നറിയില്ല എന്നതുകൊണ്ട് തന്നെ ഇതെന്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാമെന്ന് ഓരോ നിസ്കാര സമയത്തും ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ പടച്ചവനോടുള്ള മര്യാദ, ആ മര്യാദ പാലിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ആരെയാണ്? അല്ലാഹു ഏറ്റവും അധികം ആദരിച്ച ആളെ. ഈ തർക്കല്ല. അല്ലാഹു ഏറ്റവും അധികം ആദരിച്ച ആളാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് എന്ന പദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? സർവ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ബഹുമാനമുള്ളയാള് എന്നാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുർആൻ തന്നെ അത് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിങ്കൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ആദരവുള്ള ആള് നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ള ആളാണ്. ആർക്കാണ് ഏറ്റവും അധികം തഖ്വയുള്ളത്? ജീവിതകാലത്ത് അള്ളാനെ നേരിട്ട് കണ്ട ഒരാൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അത്ര കട്ടിയും ദൃഢതയും വേറൊരാൾക്കും ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാനെ നേരിൽ കണ്ട ഒരേ ഒരു വ്യക്തി, മിഅ്റാജിന്റെ രാത്രി പോയി കണ്ടുവന്ന വ്യക്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, അന അഖ്ശാകും ലില്ലാഹ് വ അത്ഖാകും ലില്ലാഹ്. ഇമാം ബുഖാരി സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തു, നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അധികം അള്ളാനെ ഭയക്കുന്നവനും അവന് തഖ്വ ചെയ്യുന്നവനും ഞാനാകുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. ആ തഖ്വയുള്ള വ്യക്തിത്വമാണ് അല്ലാഹുവിൽ ഏറ്റവും ആദരണീയൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. അതാണ് ഒരാളെ ഈമാൻ അത് കറകളഞ്ഞതാണോ അല്ലേ എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. ആ ആദരവ് എങ്ങനെയാവണം? നബിതങ്ങളെ നിങ്ങൾ എങ്ങനെ അനാദരിക്കരുത്? ഇതൊക്കെയാണ് സൂറത്തുൽ ഹുജറാത്തിന്റെ ഇനിയുള്ള സൂക്തങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ സ്നേഹത്തോടെ തന്നെ അള്ളാഹു വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅ്ലികും ലിബഅ്ദ് അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഓ മുഅ്മിനീങ്ങളെ, ലാ തർഫഉ നിങ്ങൾ ഉയർത്തരുത്, അസ്വാതകും നിങ്ങളെ ശബ്ദങ്ങളെ, ഫൗക സൗത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളെ ശബ്ദം പൊങ്ങരുത്.
വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅ്ലികും ലിബഅദ്. നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലരുടെ മുമ്പിൽ ഉറക്ക സംസാരിക്കുന്നത് പോലെ ശബ്ദം ഉയർത്തി റസൂലിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. രണ്ട് കാര്യമാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, റസൂലുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ശബ്ദം പൊങ്ങരുത്. മറ്റൊരു വിഷയം, നിങ്ങൾ പരസ്പരം നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ശബ്ദം പൊങ്ങും പലരെയും സാന്നിധ്യത്തിൽ. ഇതുപോലെ നിങ്ങൾ നബിയോട് സംസാരിക്കുകയല്ലെങ്കിലും റസൂലുള്ളാഹിയുള്ള സദസ്സിൽ വെച്ച്, അവിടത്തെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങൾ ഉയർന്ന സ്വരത്തിൽ മറ്റാരോടും സംസാരിക്കരുത്. ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ ചെറിയ ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടായാൽ അതൊരു ദുരന്തത്തിലാണ് കലാശിക്കുക. അതെന്താണെന്നല്ലേ? അന്തഹ്ബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങളറിയില്ല, നിങ്ങൾ അന്നുവരെ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോകും. ഗൾഫിന്ന് സ്പീഡിൽ വണ്ടി ഓടിച്ച മാതിരിയാണ്. ഒക്കെ ഉഷാറായിട്ട് വേഗം എത്തിയിട്ടുണ്ട്. ഒന്നും നമ്മൾ അറിഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തെങ്കിലും ഒരു കേസുമായിട്ട് വണ്ടിന്റെ പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ എന്താ, നിങ്ങൾ ഇത്ര ബ്രേക്കിന് പോകുമ്പോൾ മാറി ഇത്ര ഫൈൻ അടക്കണം. ഇതെന്നുണ്ടായതാ, അത് നിങ്ങൾ 10 പ്രാവശ്യം ഓവർ സ്പീഡിൽ ഓടിയിട്ടുണ്ട്. അത് ക്യാമറ പിടിച്ചിട്ട് പിന്നെ വിവരം തന്ന. അപ്പൊ നമ്മൾ അറിഞ്ഞില്ല അതെങ്ങനെ ഈ പൈസ ഒക്കെ കുടിക്കും എന്ന മാതിരിയാണ്. അള്ളാന്റെ ഹബീബിനെ ആദരിക്കുന്നതിൽ ചെറിയൊരു വീഴ്ച പറ്റിയാൽ നമ്മളെ അമല് അള്ളാഹ് സ്വീകരിക്കൂല. എന്താ കാരണം എന്നറിയോ നിങ്ങൾ? ഇബ്ലീസിന്റെ കാരണതാ. ഇബ്ലീസിന് ഇൽമു പറഞ്ഞുകൊണ്ടല്ല, ഇബാദത്ത് പറഞ്ഞുകൊണ്ടല്ല. എന്തേ സംഭവിച്ചത്? അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നതിൽ വീഴ്ച പറ്റിയാൽ പിന്നെ അവന്റെ അമല് സ്വീകരിക്കപ്പെടൂല. കാരണം അമല് സ്വീകരിക്കണമെങ്കിൽ ഈമാൻ പൂർണ്ണമാകണം. ഈമാൻ ശരിയാവണമെങ്കിൽ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. നോക്കൂ, നിങ്ങൾ ഇവിടെ അള്ളാഹ് പറഞ്ഞ വിഷയം എന്താ ഗൗരവമുള്ളത് നമ്മൾ ഓർക്കണം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പനെ ചീത്ത പറയരുത്, അവിടത്തെ ഉമ്മനെ തെറി പറയരുത്, അവിടത്തെ കല്ലെടുത്തെറിയരുത്, അവിടത്തെ തെറി വിളിക്കരുത്. ഇതൊന്നും അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം മുഅ്മിനീങ്ങളോട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ അള്ളാഹ് എന്താ പറഞ്ഞത്? ചെറിയ ഒരു വിഷയം, നിങ്ങൾ നബിന്റെ കൂടെ നിന്ന് സംസാരിക്കുമ്പം നിങ്ങളെ ശബ്ദം പൊങ്ങരുത്. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ വേറെ ആരോടെങ്കിലും വർത്താനം പറയുമ്പോൾ നിങ്ങൾ നബി ഇവിടെ ഉണ്ട് എന്നുള്ള ആ ബഹുമാനം കാണാതെ നിങ്ങൾ ഒച്ചട്ടിട്ട് ഇങ്ങനെ കൂട്ടം പറയരുത്. ഇത് സംഭവിച്ചാൽ പോലും നിങ്ങളെ അമല് ബാത്തിലായി പോകും. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം മഹാന്മാര് പറയുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന അഖറ ഇബ്നു ഹാബിസ് ഖദിമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമാമ ഗോത്രത്തിൽപ്പെട്ട ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഇവർക്ക് എന്താ വേണ്ടത്? ഒരു യുദ്ധത്തിൽ അവരെ കുടുംബത്തിൽ നിന്ന് പിടിക്കപ്പെട്ട കുറെ ആളുകളുണ്ട്, അവരെ ഒന്ന് മോചിപ്പിച്ചു കിട്ടണം. അതിന് ശുപാർശ പറയാൻ വേണ്ടി അവരെ നാട്ടിലെ 70ഓളം വരുന്ന പ്രമാണിമാർ പ്രവാചകനെ കാണാൻ വന്നതാണ്. ളുഹുറോടടുത്ത സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്ന് മയങ്ങാൻ തന്റെ റൂമിൽ കിടക്കുകയാണ്. ഈ വന്ന ആളുകളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിക്കണം. അവരുടെ നാടിന്റെ തറവാടിന്റെ പൊങ്ങച്ചങ്ങളൊക്കെ പറയണം. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് അവര് വന്നു. എന്നിട്ടതാ ആ സമയത്ത് അവരുമായി സംസാരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇസ്തഗ്മിൽഹു അലാ ഖൗമിഹി. ഈ അഖറ ഇബ്നു ഹാബിസ് എന്ന വ്യക്തിയെ അവരുടെ ജനങ്ങളുടെ അമീറായി നിങ്ങൾ നിശ്ചയിച്ചു കൊടുത്താൽ നല്ലതാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അഭിപ്രായം പറഞ്ഞു. ഫഖാല ഉമറു. അപ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയെ ലാ തസ്തഗ്മിൽഹു യാ റസൂലല്ലാഹ്, അയാളെ നിങ്ങൾ അമീറാക്കരുത് നബിയെ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ ആളെ നിങ്ങൾ അമീറാക്കരുത് എന്ന് അവരെ മുമ്പിൽ വെച്ച് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു.
രണ്ടാൾക്കും ഈ വ്യക്തിയെ പറ്റി രണ്ട് വീക്ഷണമാണ്, അതുകൊണ്ടാണ്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് പിടിച്ചില്ല. ഫതകല്ലമ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തർതഫഅത സുനബിതുഹുമാ. അവർ രണ്ടാളും നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് അയാളാ നല്ലത് ഇയാളാ നല്ലത് ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറത്ത ഇല്ലാ ഖിലാഫി. ഉമറെ, നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞതിനെതിര് പറയാ എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. എന്തിനാ നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ എതിർത്തത്? ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മാ അറത്തു ബിദാലിക, നിങ്ങളാ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. അങ്ങനെ നബി തങ്ങളെ മുമ്പിൽ വെച്ച് ആരെയാണ് ബനൂ തമീം ഗോത്രത്തിൽ അമീറാക്കേണ്ടത് എന്ന വിഷയത്തിൽ രണ്ട് സ്വഹാബികൾ, അതും പ്രഗത്ഭന്മാർ, സംസാരിച്ചപ്പോൾ അല്പം ശബ്ദം പൊങ്ങിപ്പോയി. ആ സമയത്താണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളെ ശബ്ദം പൊങ്ങരുത്. നിങ്ങൾ ഇങ്ങനെ നബി തങ്ങളെ മുമ്പിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഈ ആയത്തിറങ്ങേണ്ട താമസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇനി നബിയേ, അവിടത്തെ മുമ്പിൽ വെച്ച് ഞാൻ രഹസ്യം കാതിൽ ഒരാളോട് പറയുന്നത് എങ്ങനെയാണ്, അങ്ങനെയല്ലാതെ ഇനി മേലിൽ സംസാരിക്കുകയില്ല നബിയേ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി അവിടത്തെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കൂല. സ്വഹാബത്ത് പറയുന്നു, ഉമർ ഖത്താബ് നിങ്ങൾ നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും എന്താ നിങ്ങൾ പറഞ്ഞത്, ഒന്നും കൂടെ പറ എന്ന് പറയുന്നത് കേൾക്കാമായിരുന്നു. എന്ത് കാരണം? റസൂലുള്ളാഹിന്റെ മുമ്പിൽ അദബുകേടാവോ എന്ന് പേടിച്ചിട്ട് മെല്ലെ പറയണം. അപ്പൊ നബി വീണ്ടും ചോദിക്കണം, ശരിക്ക് കേൾക്കാത്തോണ്ട് എന്തെയാ പറഞ്ഞത്? അത്ര ബഹുമാനായിരുന്നു ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഈ രണ്ട് മഹാന്മാരായ സ്വഹാബികൾ. മാത്രമല്ല, സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഭാവമുണ്ട്. പള്ളിയിൽ ഒരു 1-2 ദിവസം ഒരാളെ കാണാതെയായാൽ അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കും. നബി തങ്ങളുടെ ഒരു പ്രത്യേകത, അന്ന് ആ മഹല്ലത്തിൽ എന്ന് വേണ്ട ആ രാജ്യത്ത് ഉള്ള മുഴുവൻ ആണിനെയും പെണ്ണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഒരു പ്രദേശത്ത് നമ്മളെ നാട്ടുകാരാരാന്ന് ഓരോ നാട്ടുകാർക്കും അറിഞ്ഞിരിക്കണം. ഒരു നാട്ടിൽ സേവനം ചെയ്യുന്ന ഉസ്താദിന് ആ നാട്ടുകാരെ മുഴുവനും അറിഞ്ഞിരിക്കണം. പള്ളിയിൽ 1-2 ദിവസം ഒരാളെ കാണുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കും. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ റസൂൽ കാണാതെയായി 2 ദിവസം. അപ്പൊ അവിടുന്ന് ചോദിച്ചു, എവിടെ പോയി സാബിത്ത് ബിൻ ഖൈസ്? അയാളെ കാണുന്നില്ലല്ലോ. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് അന ഉലിമു ലക ഇൽമഹു. ഞാനൊന്ന് തേടിപ്പിടിച്ച് അയാളെ സംബന്ധിച്ചുള്ള വിവരം അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങനെ അതാ ആ സഹോദരൻ സാബിത്ത് ബിൻ ഖൈസ് തങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അതാ ഫഅതാഹു ഫവജദഹു ജാലിസൻ ഫീ ബൈതിഹി മുനക്കിസൻ റഅസഹു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണുള്ളത്. എങ്ങനെ വീട്ടിൽ നിൽക്കുന്നതെന്ന് അറിയോ? തല നിലത്ത് കുത്തി കാല് മേലോട്ട് പൊന്തിച്ചില്ല. ഒരു മൂലക്ക് പോയിട്ട് തല നിലത്ത് കുത്തി കാല് മേലെ. പ്രഗത്ഭനായ സ്വഹാബി, ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം അതാ എന്തോ ഒരു ഹാലത്തിൽ തല നിലത്ത് കുത്തി കാല് മേലോട്ടാക്കി നിൽക്കുന്നു. ഫഖാല ലഹു മാ ശഅനുക. ഈ സ്വഹാബി ചോദിച്ചു, സാബിത്ത് ബിൻ ഖൈസ്, എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ നിങ്ങൾ ഇങ്ങനെ തലകുത്തി നിൽക്കുന്നത്? അദ്ദേഹം അതാ പറയുന്നു, ശർറുൻ, ഞാനാകെ നശിച്ചുപോയി, ഞാനാകെ ദുഷിച്ചുപോയി. കാന യർഫഉ സൗതഹു ഫൗക സൗത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതാ അള്ളാന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തുന്ന ആളാണ്. ഫഖദ് ഹബത അമലുഹു വഹുവ മിൻ അഹ്ലിന്നാർ. അതുകൊണ്ട് അമലുകളൊക്കെ പൊളിഞ്ഞ് നരകത്തിന്റെ അംഗമായി മാറിയവനാണ് ഈ ഉള്ളവൻ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇനി അങ്ങോട്ട് വരുന്നത്? ഇദ്ദേഹം ആകെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് തലകുത്തി നിൽക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പം ബേജാറായതാ.
ഈ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമാണ്, അദ്ദേഹത്തിന് കേൾവി ശക്തി കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താവും, ചെവിട് കേൾക്കാത്ത ആളുകളോട് നമ്മൾ ഉറക്ക പറയണം, അവരും അറിയാതെ ചിലപ്പോൾ ഉറക്ക പറഞ്ഞു. മൂപ്പർക്ക് തോന്നല് എന്റേത് അവര് കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ വരും, അങ്ങനെ ഉറക്ക പറഞ്ഞു. അങ്ങനെ പറയുന്നത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് അദബ് കേടായതിനാൽ എന്റെ അമലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുകയാണ്. അങ്ങനെ ആ സ്വഹാബി നബിയുടെ ചാരത്ത് ചെന്ന് ഈ വിവരമൊക്കെ പറഞ്ഞു. നബിയെ, അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അദ്ദേഹം വളരെ സങ്കടത്തിലാണ്. നബി പറഞ്ഞു, മോനെ, നീ ഉടനെ സാബിത്ത് ബിൻ ഖൈസിനെ കൊള്ള പോകണം. എന്നിട്ട് അദ്ദേഹത്തോട് പറയണം, ഇന്നക ലസ്ത മിൻ അഹ്ലിന്നാർ, നിങ്ങൾ നരകാവകാശികളിൽപ്പെട്ട ആളല്ല, നിങ്ങൾ സ്വർഗാവകാശികളിൽപ്പെട്ട ആളാണ്, നിങ്ങൾ ഷഹീദായി മരിക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. ആ സ്വഹാബി ചെന്ന് ഈ വാർത്ത കേൾപ്പിച്ചതിന് ശേഷമാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പിന്നെ പള്ളി വരാൻ തുടങ്ങിയത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ആ ബഹുമാനത്തിന് ചെറിയ ക്ഷതമേൽക്കുമോ എന്ന് പേടിച്ച് ആകെ തഹയ്യുറായി പോയവരായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ബഹുമാനിക്കണം നിങ്ങൾ ആലോചിക്കുക. ഈ സ്വഹാബി വര്യൻ നബി തങ്ങളുടെ ആ വാക്കുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ നേരിടാൻ വേണ്ടി യമാമയിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ആ സമയത്ത് മഹാനവറുകളുടെ ശരീരത്തിൽ ഒരു നല്ല പടയങ്കി ഉണ്ടായിരുന്നു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാൾ ആ പടയങ്കി അഴിച്ചെടുത്തിട്ടതാ അദ്ദേഹത്തിന്റെ ടെന്റിൽ കൊണ്ടുപോയി. ആ ടെന്റിൽ തന്റെ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ അത് വെച്ചു. അതിന്റെ മേലെ ഒരാസങ്കല്ല് കയറ്റി വെച്ചു. അങ്ങനെ ആരും കാണാത്ത തരത്തിൽ ഈ മേത്തരം പടയങ്കി ഈ മനുഷ്യൻ എടുത്തു വെക്കുകയാണ്. എന്നാൽ അന്ന് പട്ടാളക്കാര കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിക്ക് ഈ സാബിത്ത് ബിൻ ഖൈസ് തങ്ങളതാ സ്വപ്നത്തിലൂടെ സന്ദേശം നൽകുന്നു, എന്റെ പടയങ്കി ഇന്നാലിന്ന മനുഷ്യൻ എടുത്തിട്ടുണ്ട്, അദ്ദേഹം സൂക്ഷിച്ചത് ഇന്ന സ്ഥലത്താണ്, അത് നിങ്ങൾ കണ്ടെടുക്കണം, എന്നിട്ട് ഖലീഫയോട് വിവരം പറയണം, ഇന്ന അടിമ എന്റെ അടിമ ഉണ്ട്, ആ അടിമയെ നിങ്ങൾ സ്വതന്ത്രരാക്കണം, എന്റെ ഇന്ന സ്വത്ത് ഇന്ന ആളുകൾക്ക് കൊടുക്കണം. ഇതൊക്കെ സ്വപ്നത്തിലൂടെ നിർദ്ദേശിച്ചു. അങ്ങനെ ആ സ്വഹാബി പോയി നോക്കുമ്പോൾ യഥാസ്ഥാനത്ത് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്ത അതേ സ്ഥലത്ത് പടയങ്കിയുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞു. വിവരം പറഞ്ഞപ്പം അത് അംഗീകരിക്കുകയും അദ്ദേഹം മോചിപ്പിക്കാൻ പറഞ്ഞ അടിമയെ സ്വതന്ത്രനാക്കുകയും സ്വത്ത് കൊടുക്കാൻ പറഞ്ഞവർക്ക് സ്വത്ത് കൊടുക്കുകയും ചെയ്തു. മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, മരണാനന്തരം സ്വപ്നത്തിലൂടെ വസിയത്ത് ചെയ്തത് നടപ്പാക്കിയ ഒരേ ഒരു സംഭവം ഈ സംഭവം മാത്രമാണ്. അത്ര വലിയ ആദരവാണ് പിന്നെ ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. അത് നബി തങ്ങളോടുള്ള ബഹുമാനത്തിന്റെ കാരണമായിരുന്നു. ഇതാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ശബ്ദം പൊങ്ങരുത്. ഇനി അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, തീർച്ചയായും അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വളരെ ഭവ്യതയോടെ ആദരവോടെ മാത്രം സംസാരിക്കുന്നവർ, പതുങ്ങിയ സ്വരത്തിൽ മാത്രം സംവദിക്കുന്നവർ അവരാരാണെന്നറിയുമോ? ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരെ ഹൃദയത്തിൽ തഖ്വയുണ്ടെന്നും ഭക്തിയുണ്ടെന്നും അല്ലാഹു പരീക്ഷിച്ചറിഞ്ഞവരാണവർ. നോക്കൂ, നിങ്ങൾ ഒരാളെ ഈമാൻ ക്ലിയർ ഉള്ളതാണോ കുറ്റമറ്റതാണോ ഇതിന്റെ അടയാളം എന്താണ്? അള്ളാന്റെ റസൂലിനോട് വളരെ മിതമായ പതുങ്ങിയ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്നു.
വളരെ താഴ്ന്ന സ്വരത്തിൽ മാത്രം പറയുന്നു, അവരെ കൽബിലാണ് ഈമാനുള്ളത്. ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നവർക്ക് വലിയ പാപമോചനവും വമ്പിച്ച പ്രതിഫലവുമുണ്ടെന്ന് തുടർന്ന് അല്ലാഹു പറയുന്നു. റസൂലുള്ളാഹിനെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണം. അവിടത്തെ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വെച്ചുള്ള സംസാരം, അവിടെ വെച്ചുള്ള നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, ഇതുവരെ ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസവിധത്തിൽ ചെന്ന് ഒരാളും ശബ്ദമുയർത്തി സംസാരിച്ചു പോകരുത്, അവന്റെ അമലുകൾ ബാത്തിലായി പോകും. റസൂലുള്ളാഹിനോട് ഭവ്യതയോടെ ആദരവോടെ സംസാരിക്കുന്നവനാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. പിന്നീടതാ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്. നബിയെ, റൂമിന്റെ പുറത്ത് വന്നു നിന്നുകൊണ്ട് അങ്ങയെ വിളിക്കുന്ന ചിലരുണ്ട്. അക്സറുഹും ലാ യഖിലൂൻ. അത്തരക്കാരിൽ ഭൂരിപക്ഷത്തിനും ബുദ്ധിയില്ല, അവർക്ക് ചിന്താശീലമില്ല, അള്ളാന്റെ റസൂൽ ആരാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ സാധാരണ ഒരു പുരേ ചെന്ന് ബെല്ലടിക്കൂലേ, അമ്മദ്ക്ക ഒന്ന് വരി പറയട്ടെ, കുഞ്ഞാളെ ഇയാളല്ലേ ഒന്നുകൊണ്ട് വാ, നമ്മൾ വാതിലിന് മുട്ടി ബെല്ലടിച്ചൊക്കെ പറയും, വിളിക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീടിന്റെ പുറത്ത് വന്നു നിന്നുകൊണ്ട് നബിയെ ഒന്ന് വരി പറഞ്ഞോട്ടെ, അല്ലാതെ നബിനെ ചീത്ത വിളിക്കുന്നല്ല, സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് വാതിലിന് മുട്ടിയിട്ട്. ഇങ്ങനെ വിളിക്കുന്നവരെ പറ്റി അല്ലാഹു പറയുന്നു, അക്സറുഹും, ഇവരിൽ അധിക ആളുകളും ലാ യഖിലൂൻ, ചിന്താശേഷി കുറഞ്ഞവരാണ്. ചിന്താശേഷിയുള്ളവൻ അങ്ങനെ വിളിക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു ദൂതനെ നമ്മളെ വടകരയിലേക്ക് അയച്ചു. വടകര ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ചെന്ന് അവിടെ വാതിലിന് മുട്ടി ഒന്ന് സംസാരിച്ചോട്ടെ, അങ്ങോ ചിലത് പറയാനുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വാതിലിന് മുട്ടി പറയോ? ഇല്ല. നേരത്തെ സമ്മതം ചോദിച്ച് സമയം വാങ്ങി ആ സമയത്ത് ആദരവോടുകൂടെ ചെന്നിട്ടല്ലേ നമ്മൾ വിഷയം പറയാ. പിന്നെ ഉണ്ടോ? സർവലോകത്തിന്റെയും രാജാവായ അള്ളാന്റെ ദൂതരല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടത്തേക്ക് തലക്കനമില്ലെങ്കിലും അവിടത്തെ തിരിച്ചറിയാനുള്ള തല നമുക്ക് വേണ്ടേ? അതുകൊണ്ട് നബിയെ ആരും വീടിന്റെ പുറത്തു നിന്ന് ചെന്ന് നബിയെ വരൂ എന്ന് പറയാനുണ്ട്, ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന ശൈലിയിൽ പറയാൻ പാടില്ല. വലോ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. മുത്തുനബി അവിടുത്തെ സൗകര്യത്തിന് എപ്പോഴാണോ പുറത്തേക്ക് ഇറങ്ങി വരിക അതുവരെ ക്ഷമയോടെ നിങ്ങൾ കാത്തു നിൽക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അല്ലാതെ നബി അങ്ങോട്ട് വിളിച്ചു വരുത്തലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. നബി തങ്ങളുടെ ബഹുമാനമാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ ബനൂ തമീം ഗോത്രക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വന്നപ്പോഴാ. നബി കൈലൂലത്തിന്റെ ഉറക്കുറങ്ങ. ഉച്ചന്റെ മുമ്പ് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ചെറിയൊരു വിശ്രമം സുന്നത്തുണ്ട്. ആ ഉറക്കം നബി ഉറങ്ങുമ്പോഴാണ് ഇവര് വന്ന് വാതിലിന് മുട്ടുന്നു, ഒന്ന് പറയാനുണ്ട്, ഞങ്ങളുടെ സംസാരങ്ങൾ കേട്ടോക്കി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ബമ്പ് വിടുകയാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. അങ്ങനെ അതാ അള്ളാന്റെ റസൂലിനെ ആദരിക്കുന്നതിന്റെ ചെറിയ രണ്ട് രീതി, അനാദരവ് വന്നു പോകുന്നതിന്റെ ചെറിയ ചില സാമ്പിളുകൾ, ഇതാണ് ഇവിടെ അള്ളാഹു വിവരിച്ചത്. ഇനി നമ്മൾ ഓർക്കണം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുക എന്നതിന്റെ ഭാഗമാണ്. ആ നബിയുമായി ബന്ധപ്പെട്ട സർവത്തിന്റെയും ആദരവ് നമ്മൾ പരിഗണിക്കണം. ഭൂമി ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം ഏതാണ്? ആ സ്ഥലത്തെ നമ്മൾ ഏറ്റവും അധികം ആദരിക്കണം. ഏതാണ് ആ സ്ഥലം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരം ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ മണ്ണാണ് ഭൂമിയിലെ ഏറ്റവും ആദരവുള്ള മണ്ണ്. കഅബാലയമാണോ? അല്ല. കഅബാലയം അത് സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
നബി അഷ്റഫുൽ ഖൽഖ, കഅബത്തെക്കാളും ബഹുമാനാർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ നബി ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സർവ്വ സൃഷ്ടികളിൽ വെച്ച് ആദരണീയനെങ്കിൽ ആ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന റൗള ശരീഫ് അതാണ് ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള മണ്ണ് എന്നതിൽ അറിവുള്ള ആലിമീങ്ങൾക്കാർക്കും തർക്കമില്ല. അത് നമ്മൾ ആദരിച്ചോളണം, വിശ്വസിച്ചോളണം. മാത്രമല്ല, നബി തങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അവിടത്തെ കാല് സ്പർശിച്ച, അവിടുന്ന് ഇടപെടുകിയ സ്ഥലങ്ങൾ, അതിന് ബഹുമാനമുണ്ട്. മദീനയിലെ ജീവിതത്തിൽ ഏറ്റവും അധികം റസൂലുള്ളാഹിന്റെ പാദസ്പർശനമേറ്റ ഒരു സ്ഥലമുണ്ട്. അതേതാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറും എന്റെ മിമ്പറും നിൽക്കുന്നതിന്റെ ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാകുന്നു. മദീനയിൽ ചെല്ലുന്നവർ അവിടെ ആ റൗളയിൽ ഒന്ന് കയറിയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എന്താണ് ഈ സ്ഥലം? റസൂലുള്ള ഇപ്പം അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹിന്റെ വീടാണ്, ആ റൂമാണ്. ആ റൂമിൽ നിന്നാണ് ഇഖാമത്ത് കൊടുക്കുമ്പോൾ മിഹ്റാബിലേക്ക് റസൂലുള്ള നടന്നു വരുന്നത്. അവിടുന്ന് തിരിച്ചങ്ങോട്ട് നടക്കുന്നു. നീണ്ട 10 കൊല്ലക്കാലം നബി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവിടത്തെ പാദസ്പർശനം ഏറ്റവും അധികം തൊട്ട സ്ഥലമാണ് ഈ മിഹ്റാബിന്റെ മിമ്പറിന്റെയും അവിടത്തെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഭൂമിയിലെ സ്വർഗമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. നാളെ സ്വർഗത്തിൽ തന്നെ ആ സ്ഥലം കൊണ്ടുവരപ്പെടുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. അല്ലാഹു അവിടെ എത്തിപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതിന്റെ ആദരവ് അത് റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. മാത്രമല്ല, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലം, അവിടുന്ന് ഇരുന്ന സ്ഥലം, അവിടുന്ന് ജനിച്ച സ്ഥലം, അവിടുന്ന് തൊട്ട സാധനങ്ങൾ എല്ലാം ബറക്കത്തുള്ളതാണ്, ബഹുമാനമുള്ളതാണ്. മഹാന്മാരായ സ്വഹാബത്ത് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാ ഒരിക്കൽ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ഹിജ്റ പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ, യാത്രയിൽ കഴിക്കാൻ വലിയ ഭക്ഷണമൊന്നും കൊണ്ടുപോകാൻ വയ്യ. കാരണം ശത്രുക്കൾ പിന്നാലെ വരുന്നുണ്ട്, ഓടുകയാണ്. കയ്യിൽ വെക്കാൻ മാത്രമുള്ള, ത്വക്കിലെടുക്കാൻ മാത്രമുള്ള ചെറിയ ഭക്ഷണമാണ്. എന്നാൽ അത് കൊണ്ടുപോകാൻ ഒരു പാത്രമില്ല. ഉടനെ അസ്മാ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് തങ്ങളുടെ മൂത്ത മകളാണ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇത്താത്തയാണ്, തന്റെ തുണി കീറിയിട്ട് അതിലാണ് കെട്ടിക്കൊടുക്കുന്നത്. ഉടനെ തിരുനബി പറഞ്ഞു, അസ്മാ, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഞാൻ അരഞ്ഞാണം ധരിപ്പിക്കും. സ്വർഗത്തിലാണെന്ന് ഉറച്ചില്ലേ? ആ മഹദിയത ഒരിക്കൽ ഒരു കുപ്പായം എടുത്തിട്ട് പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാന്റെ റസൂലിന്റെ കുപ്പായമാണ്, അള്ളാന്റെ റസൂലിന്റെ കുപ്പായമാണ്. ഇതെങ്ങനെ എനിക്ക് കിട്ടി എന്നല്ലേ? വക്കാനത്ത് ഇന്ദ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഇതെന്റെ അനുജത്തി ആയിഷ ബീവിയുടെ കൈവശമായിരുന്നു. ഫലമ്മാ ഖുബിലത് ഖബൽതുഹാ, അവർ മരിച്ചു പോയപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. ഈ കുപ്പായത്തിന്റെ സവിശേഷത എന്താണെന്നറിയുമോ? വക്കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, അള്ളാന്റെ ഹബീബ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ചു നടന്നിരുന്ന കുപ്പായമാണിത്. റസൂലുള്ളാഹിയുമായി തൊട്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഇതെന്തിനാ നിങ്ങൾ സൂക്ഷിക്കുന്നതെന്നറിയുമോ? ഇത് മൗലാന മൗദൂദിയുടെ പെണ്ണ് സൂക്ഷിച്ചതുപോലെയല്ല, വേറെ ഏതെങ്കിലും ആളുകളുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചതുപോലെയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫനഹനു നഗ്സിലുഹാ ലിൽ മർളാ, റസൂലുള്ള തൊട്ട സാധനം എന്ന നിലക്ക് ഈ വസ്തു ഞങ്ങൾ അല്പം വെള്ളത്തിൽ മുക്കുന്നു. വനസ്തശ്ഫീ ബിഹി, ആ വെള്ളം കുടിച്ച് രോഗശമനം തേടുന്നു. റഹ്മത്തുൽ ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാൻ
അവിടത്തെ ശറഫാക്കപ്പെട്ട ശരീരം തൊട്ട വസ്ത്രം അത് മുക്കിയ വെള്ളം മതി എന്ന് വിശ്വസിച്ചവരാണ് സ്വഹാബത്ത്. ആ വിശ്വാസമാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. ആ വിശ്വാസം അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ വിശ്വാസത്തെ തള്ളി പറയുന്നവരാണ് മുനാഫിഖീങ്ങൾ എന്ന് ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബാക്കൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ കപടന്മാരെന്തു പറയും? ഖാലൂ അനുമിനു കമാ ആമനസ്സുഫഹാ, വിഡ്ഢിത്വം വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. ബുഖാരിയിൽ ഒരുപാട് യുക്തിക്ക് നിരക്കാത്തതുണ്ട്, ഖുർആനിൽ യുക്തിക്ക് നിരക്കാത്തതുണ്ട്. ഇങ്ങനെ പറയുന്ന ബിദ്അത്തുകാരന്റെ വിശ്വാസം അത് സ്വഹാബത്തിന്റെ വിശ്വാസമല്ല, ഖുർആനും സുന്നത്തും അംഗീകരിച്ച വിശ്വാസമല്ല. ആദരിക്കപ്പെടേണ്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാം ബറക്കത്തുള്ളതാണ്, ബഹുമാനമുള്ളതാണ്. അത് അംഗീകരിച്ചോളണം, ആദരിച്ചോളണം. അത് ഈമാനിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹിന്റെ ശരീരം മുഴുവനും റഹ്മത്താണ്. ആ റഹ്മത്തായ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന പവിത്രമായ ഉമിനീര് ബറക്കത്തുള്ള സാധനമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനതാ ഓറുസൗറിൽ വെച്ച് പാമ്പ് കടിയേറ്റപ്പോൾ ആ വിഷമിറക്കിയത് ഈ പവിത്ര ഉമിനീര് കൊണ്ടാണെങ്കിൽ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കണ്ണിന് ചെങ്കണ്ണു ബാധയേറ്റപ്പോ ഖൈബറിൽ സുഖപ്പെടുത്തപ്പെട്ടതും ഇതേ ഔഷധം കൊണ്ടാണെങ്കിൽ, ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അമ്പേറ്റ് തുറിച്ചു ചാടിയപ്പോൾ ഉഹുദിൽ വെച്ച് സുഖപ്പെടുത്തിയതും ഈ ഉമിനീര് കൊണ്ടാണെങ്കിൽ, ഇതിന്റെ ബറക്കത്ത് മനസ്സിലാക്കിയ സ്വഹാബത്ത് ആ ഉമിനീരിന് വേണ്ടി കൈ കാണിച്ചു കാത്തു നിന്നിരുന്നു എന്നത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇത് പറയുമ്പോൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് നെറ്റി ചുളിയുന്നു, പുരികം വളയുന്നു, അവർക്ക് ആലോസരം അനുഭവപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബിയോടൊരു തരിമ്പും മഹബത്ത് അവരെ കൽബിലേക്ക് കടക്കാത്തതാണ് ഇതിനു കാരണം. നിങ്ങളെ വീട്ടിൽ കൊച്ചു മക്കളില്ലേ, ആ കുട്ടികളുടെ ഉമിനീര് നിങ്ങളെ കയ്യിലായാൽ, അല്ല നിങ്ങളെ മുഖത്തായാൽ, നിങ്ങളെ വായിൽ തന്നെ ആയാൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നാറുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ആ മക്കളോടുള്ള സ്നേഹമല്ലേ. നിങ്ങളുടെ ഭാര്യമാര് ഉമിനീർ, ഭർത്താക്കന്മാര് ഉമിനീരിനോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നാറില്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലാരും നിങ്ങളെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, സർവ്വജനങ്ങളെക്കാളും എന്നോട് സ്നേഹം തോന്നാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. അതിന്റെ ലക്ഷണമാണ് ബിദ്അത്തുകാർ കാണിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ബഹുമാനം സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ നമ്മൾ അംഗീകരിക്കണം. ഇനി നോക്കുക, ഹബീബായ നേതാവ് അവിടത്തെ ശരീരത്തിൽ നിന്നതാ നിരന്തരം ബറക്കത്ത് പ്രതീക്ഷിച്ച് തന്റെ പിന്നാലെ കൂടിയ സ്വഹാബത്ത് അവർക്ക് തന്റെ മരണശേഷവും ലഭിക്കാവുന്ന, ഒരുപാട് കാലം സൂക്ഷിക്കാവുന്ന ബറക്കത്ത് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദാ, ജീവിതത്തിൽ അവസാനം നിർവഹിച്ച ഹജ്ജാണ്. ലക്ഷങ്ങൾ തന്റെ പിന്നാലെ ഉണ്ട്. അവരോട് പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ സർവ്വ കർമ്മങ്ങളും നിങ്ങൾ പഠിച്ചോളൂ. ലഅല്ലി അലാ അൽഖാകും ബഅദ അമി ഹാദാ, അടുത്ത വർഷം നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. വ്യക്തമായ സൂചനയാണ്. മരണം മുന്നിലെത്തി നിൽക്കുകയാണ്. അതിനു മുമ്പ് എല്ലാ സൂചനകളും നൽകിയ നേതാവ് അതാ ഹജ്ജത്തുൽ വിദായിലെ പ്രഭാഷണത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞു, അടുത്ത വർഷം നമ്മളെ കണ്ടുകൊള്ളണമെന്നില്ല. അവിടുന്ന് അതാ മിനയിലേക്ക് വന്നു. മിനയിൽ വന്നുകൊണ്ട് അതാ അറവ് നടത്തുകയാണ്. എത്ര എണ്ണമാണ് അറക്കുന്നത്? 100 ഒട്ടകം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 63 ഒട്ടകത്തെയും സ്വന്തം കൈകൾ കൊണ്ടറുക്കുകയാണ്. ഇതെന്തിന്റെ സൂചനയാണ്? തന്റെ വയസ്സ് 63 വ്യക്തമായ സന്ദേശം അവിടുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് തലമുടി കളയുന്നു. തലമുടി കളഞ്ഞിട്ട് എന്താ ചെയ്തത്? ഫഅതാഹു അബാ ത്വൽഹ റളിയല്ലാഹു അൻഹു, പ്രഗൽഭ സ്വഹാബിയായ അബൂ ത്വൽഹ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഈ മുടി ദൂരെ കൊണ്ടുപോയി കളയുക എന്നല്ല, മണ്ണിൽ കുഴിച്ചിടുക എന്നല്ല, ഇതൊരു ബോഡി വേസ്റ്റ് ആണെന്നല്ല, മറിച്ച് പറഞ്ഞത് യഖ്സിമുഹു ബൈനന്നാസ് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഇസ്ലാമിക ലോകം ഒന്നിച്ചു പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി, അതിലാണ് ഉദ്ധരിച്ചത്. റസൂലുള്ള പറയുകയാണ്, ഈ മുടിയതാ യഖ്സിമുഹു ബൈനന്നാസ്, സ്വഹാബാക്കൾക്ക് നിങ്ങൾ വിതരണം നടത്തുക. തിക്കും തിരക്കും കൂട്ടി തിരുകേശം കൈക്കലാക്കാൻ സ്വഹാബത്തതാ മത്സരിക്കുകയാണ്. എന്തിനാണിത് സ്വഹാബത്ത് ഏറ്റുവാങ്ങിയത്? റസൂലുള്ള കൊടുത്തിട്ടാണ്. എന്തിനാണോ നബി കൊടുത്തത് അതിനു വേണ്ടിയാണ് അവർ ഉപയോഗിച്ചതും റസൂലുള്ളാഹിന്റെ ബറക്കത്തിന് വേണ്ടിയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ഉസ്മാൻ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മളെ ഉമ്മ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഹദി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എന്റെ വീട്ടുകാരെന്നെ പറഞ്ഞു വിട്ടു. ബിമിഹ്ലബത്തിൻ മിനൽ മാ, ഒരു കോപ്പ വെള്ളം എന്റെ കയ്യിൽ തന്നു. എന്തിനാ ഞാൻ പോകുന്നത്? എന്താണ് അവിടെ ഉള്ളത്? വകാനത ഇൻദഹാ ശഅറുൻ മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മു സലമ ബീവിയുടെ പക്കൽ മുത്തുനബി തങ്ങളുടെ ഏതാനും തിരുകേശങ്ങളാണുള്ളത്. വകാനത ഫീ ജുൽജുലിൻ മിൻ ഫിദ്ദാ, അത് വെള്ളിയുടെ ഒരു ചിപ്പിൽ അവര് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, വകാനന്നാസ്, അന്ന് ജനങ്ങളുടെ പതിവ്, ഇദാ അസ്വാബഹും ഐനുൻ ഔ ശൈഉൻ, അവർക്ക് ഭൗതികമായോ അഭൗതികമായോ മാർഗത്തിലൂടെയുള്ള എന്ത് രോഗം വന്നാലും അർസലു ഇലൈഹാ മിഖ്ലബത്തൻ മിനൽ മാ, അവരെ പരിസരവാസികളെല്ലാം മഹദിയായ ഉമ്മു സലമയുടെ വീട്ടിലേക്ക് ഒരു കോപ്പ വെള്ളം കൊടുത്തുവിടും. മഹദിയതാ വെള്ളിയുടെ ചിപ്പിൽ സൂക്ഷിച്ചു വെച്ച ആ മുടിയെടുത്ത് ഈ വെള്ളത്തിലിട്ടൊന്ന് ഇളക്കി കൊടുക്കും. വനസ്തശ്ഫീ ബിഹി, ആ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം തേടും. അള്ളാഹു അവന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗം സുഖപ്പെടുത്തി തരും. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഒന്നല്ല രണ്ടല്ല, ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇതെന്തിന്റെ പേരിലാണ്? ലോകത്തിന്റെ നേതാവിന് അല്ലാഹു കൊടുത്ത ആദരവാണ്. ആ നേതാവിലൂടെ നമുക്ക് തരുന്ന റഹ്മത്താണ്. ഇത് അംഗീകരിക്കാത്ത കാലത്തോളം അള്ളാന്റെ റസൂലിനെ ബഹുമാനിക്കുന്നവരാവുകയില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും ബഹുമാനവും അതാണ് വിശ്വാസത്തിന്റെ അടിത്തറ, അകക്കാമ്പ്. അതിൽ ചെറിയ തോതിലുള്ള അബദ്ധം സംഭവിച്ചാൽ വരാൻ പോകുന്നതാണ് അല്ലാഹു സൂചിപ്പിച്ചത്, അന്തഹബത അഅമാലുക്കും, നിങ്ങളെ സർവ്വ അമലുകളും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അത് വ്യക്തികളാണെങ്കിൽ അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ബിൽഡിങ്ങുകളാണെങ്കിൽ അതിനെ ആദരിക്കണം, കല്ലുകളാണെങ്കിൽ ആദരിക്കണം, കുന്നുകളാണെങ്കിൽ ആദരിക്കണം, മൈതാനമാണെങ്കിൽ ബഹുമാനിക്കണം. എന്തിനേറെ മാസങ്ങളാണെങ്കിൽ ബഹുമാനിക്കണം, ദിവസങ്ങളാണെങ്കിൽ, സമയങ്ങളാണെങ്കിൽ, മജ്ലിസുകളാണെങ്കിൽ എല്ലാം ബഹുമാനിക്കണം. ദീനിന്റെ ശിആർ, അതിനെ ആദരിക്കുക എന്നതാണ് ഒരാളുടെ ഖൽബിലെ ഈമാൻ കറകളഞ്ഞതാണോ അല്ലേ എന്നതിന്റെ മാനദണ്ഡം. ഈ മാനദണ്ഡം എല്ലാവരും മനസ്സിലുറപ്പിക്കുക. ഏത് പുതിയ കക്ഷികൾ ഖുർആനും ഹദീസും വായിച്ച് രംഗത്ത് വന്നാലും ഈ ഉരക്കല്ല് വെച്ച് ഒന്ന് പരിശോധിക്കുക, ഈ സ്വഭാവം അവർക്കുണ്ടോ? നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ. നമ്മൾ ആയത്തും ഹദീസും നോക്കി പോകേണ്ട ആവശ്യമല്ല. ഏത് സാധാരണക്കാരനും സത്യവിശ്വാസം ആരോടൊപ്പമാണ് എന്ന് കണ്ടെത്താൻ ഈ ഒരു മാനദണ്ഡം ഓർമ്മയിൽ വെക്കണം. ഇതാണ് സൂറത്തുൽ ഹുജറാത്തിന്റെ ആമുഖത്തിലുള്ള ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ ബഷീർ സഖാഫി നല്ല പ്രഭാഷകനാണ്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ ദിവസം
ഈ വിനീതം തന്നെ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാലിന് വേദന അതുകൊണ്ട് ഇപ്പൊ നീട്ടി പറയാൻ വയ്യ. കാരണം മുട്ടിനൊരു 3-4 ദിവസമായി ഭയങ്കര വേദന. ഈ നൃത്തത്തിന്റെ സമയത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നീട്ടി പറയാൻ പ്രയാസമുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ ദുആ ചെയ്ത് പിരിയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ.